ലീഡേഴ്സ് ഫോറം സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിവരുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ സ്നേഹത്തോടെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക, നമ്മുടെ സാഹിത്യ ലോകത്ത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക, കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ വായനയെ പരിപോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ഈ പ്രതിവാര പുസ്തക നിരൂപണം നടത്തിവരുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ പരിചയപ്പെടാനായി പോകുന്ന പുസ്തകം നമ്മൾക്ക് ഏറെ സുപരിചിതരായ ഗോപാലകൃഷ്ണ മാഷിന്റെയും വിജയലക്ഷ്മി ടീച്ചറുടെയും താങ്ങാവാൻ തണലാവാൻ താങ്ങാവുന്ന വിദ്യാഭ്യാസം എന്നതാണ്. നമ്മുടെ കോളേജിലെ മലയാളം അധ്യാപകനായ കൃഷ്ണകുമാർ മാഷാണ് പുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി 2ാം വർഷ ബി.എഡ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ മായയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോരുത്തരുടെ ബുദ്ധിശക്തിയെ വളർത്തുവാനും ചിന്താരീതിയെ മാറ്റിക്കുറിക്കുവാനും മാനസിക വളർച്ചയെ ഊർജപ്പെടുത്തുവാനും ഭാഷാ നൈപുണ്യത്തെ ഉയർത്തുവാനും വായന സഹായിക്കുന്നു. വിവിധ പുസ്തകങ്ങളെ നമ്മിലേക്ക് പരിചയപ്പെടുത്തുന്നതിനായി SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്ന പുസ്തകം ഗോപാലകൃഷ്ണൻ മാഷിന്റെയും വിജയലക്ഷ്മി ടീച്ചറുടെയും താങ്ങാവാൻ തണലാവാൻ താങ്ങാവുന്ന വിദ്യാഭ്യാസം എന്ന പുസ്തകമാണ്. 1950 ഒക്ടോബർ 7-നായിരുന്നു മാഷിന്റെ ജനനം. വെള്ളത്തൂവൽ ഹൈസ്കൂളിലും റാന്നി MSBTS-ലുമായിരുന്നു വിദ്യാഭ്യാസം. അതുപോലെ തന്നെ 1957 നവംബർ 16-നായിരുന്നു ടീച്ചറുടെ ജനനം. മക്കപ്പുഴ NSS ഹൈസ്കൂൾ, തിരുവനന്തപുരം മഹാരാജാസ് കോളേജ്, റാന്നി MSBTS എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ അഗളി പഞ്ചായത്തിലെ ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും എന്ന അധ്യാപക ദമ്പതികൾ ആരംഭിച്ച കുന്നിൻ മുകളിലുള്ള ഒരു ബദൽ സ്കൂളാണ് സാരംഗ്. സ്കൂളിന്റെ പാഠ്യപദ്ധതിയിൽ ജൈവകൃഷി, കലാരൂപങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നു. 1982-ലാണ് മാഷും ടീച്ചറും കൂടി ഈ സ്കൂൾ സ്ഥാപിച്ചത്. ഗോപാലകൃഷ്ണൻ മാഷ് ഈ പരിപാടിയിൽ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുസ്തക നിരൂപണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത് SNM ട്രെയിനിങ് കോളേജിലെ മലയാള അധ്യാപകനും നമുക്കേറെ പ്രിയങ്കരനുമായ കൃഷ്ണകുമാർ മാഷാണ്. മാഷിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രവിക്കുന്നതിനും വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി ഈ മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പുസ്തക സ്നേഹികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി മായ. പുസ്തകം നിരൂപണം ചെയ്യുന്നതിനായി ഏറെ സ്നേഹത്തോടെ കൃഷ്ണകുമാർ മാഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാഷേ. സന്തോഷം. അപ്പോൾ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഈ ദിവസം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പുസ്തകം ചർച്ച ചെയ്യാൻ, അതിനെക്കുറിച്ച് സംസാരിക്കാനും അത് എഴുതിയ ഗ്രന്ഥകർത്താവ് കൂടെ നമ്മളോടൊപ്പം വരാനും എല്ലാം സാധിച്ചതിലുള്ള സന്തോഷം ഇരട്ടിയാണ്. എൻ്റെയൊക്കെ B.Ed M.Ed പഠനകാലത്ത് സാരംഗിലെ വിജയലക്ഷ്മി ടീച്ചറും ഗോപാലകൃഷ്ണൻ മാഷും ആയിരുന്നു. ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ തലമുറയിലെ മാഷും ടീച്ചറും ദക്ഷിണയിലെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. ആ ഒരു വ്യത്യാസം ശരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സാരംഗ് സന്ദർശിച്ചപ്പോൾ ബോധ്യമായി. മലയാളി ഇന്ന് മാഷിനെയും ടീച്ചറെയും പരിചയമില്ലാത്തതായിട്ടുള്ള ഒറ്റ മലയാളി പോലും ഭൂമിയിലില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം അത്രയും പരിചിതരായിട്ടുള്ളവരുടെ ഒരു പുസ്തകം കൂടിയായി ഇന്ന് മാറി. എൻ്റെയൊക്കെ കാലത്ത്, പഠനകാലത്ത് ഈ താങ്ങാവുന്ന വിദ്യാഭ്യാസം പ്രസിദ്ധീകരിച്ചിരുന്നത് DC ബുക്സ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു പരാതി ടീച്ചറും മാഷും പറയുന്നുണ്ട്. അവർ 2 പതിപ്പ് മാത്രമേ DC ബുക്സിന് കൊടുത്തിട്ടുള്ളൂ.
പക്ഷെ പിന്നീട് അവർ കള്ളപ്പതിപ്പുകളൊക്കെ ഇറക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എല്ലാം നല്ലതിനാണെന്നുള്ളത് പോലെ അന്നത്തെ പുസ്തകമല്ല നമുക്ക് ഇന്ന് സാരംഗിലൂടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം. ഈ ഒരു പുസ്തകം ഒരു 20 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ പറഞ്ഞു തീരാവുന്നതല്ല അതിലെ ഉള്ളടക്കവും അതുമായി ബന്ധപ്പെട്ട വായനാനുഭവം. ഗോപാലകൃഷ്ണൻ മാഷിന് ഇന്ന് ഏകദേശം 75 വയസ്സും ടീച്ചർക്ക് 68 വയസ്സുമായി എന്നാണ് ഒരു കണക്ക്. 1977 ഇവർ രണ്ടുപേരും ഒന്നിച്ച് റാന്നിയിലെ MSBTS TTCക്ക് ഒന്നിച്ച് പഠിക്കുന്നത്. ശരിക്കും ആ കാലം തൊട്ട് ഇവര് തമ്മിൽ കണ്ട കാലം തൊട്ടുള്ള ചിന്തകളടക്കം അത് മുതൽക്ക് ഏറ്റവും അവസാനം പെയ്ത മഴ വരേക്കുമുള്ള കഥകള് അല്ലെങ്കിൽ ഇതിന്റെ അനുഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിന്റെ വലിയൊരു പ്രത്യേകത നമുക്ക് പല രീതികളിൽ ഈ പുസ്തകം വായിക്കാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടും ഒരു വിദ്യാഭ്യാസ ഫിലോസഫി, ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുസ്തകമാണ്. ചിലർക്കത് ഓർമ്മകളുടെ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് ഓർമ്മകളുടെ പുസ്തകമാണ്. കാടും കൃഷിയും മനുഷ്യരും കുഞ്ഞുങ്ങളും ഭൂമിയും മണ്ണും വെള്ളവും വെളിച്ചവും ഒക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും നടത്തിയ പല പരീക്ഷണ വിജയങ്ങളുടെ പരാജയങ്ങളുടെയും ഒരു റെക്കോർഡ് ബുക്കാണ് ഈ പുസ്തകം. സാരംഗ് എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രൊഫൈലും കൂടിയാണ് ഈ പുസ്തകം. അങ്ങനെ പല രീതികളിൽ വായിക്കാൻ പറ്റും. വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും മണ്ണിന്റെ മക്കളുമായിട്ട് ഇവര് ഇടപഴകിയതിന്റെ അവശേഷിപ്പുകളാണ് ഈ പുസ്തകമെന്നും പറയാം. ഒരു പരിസ്ഥിതി ദിനത്തിൽ ഒരു പരിസ്ഥിതി പുസ്തകവുമായിട്ട് നമുക്കിത് വായിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ BEdനോ അല്ലെങ്കിൽ മറ്റു ടീച്ചേഴ്സ് കോഴ്സിനോ ഒന്നും പഠിപ്പിക്കാത്ത ശരിക്കുമുള്ള ബോധനശാസ്ത്രത്തെ വായിക്കാനും ഒരു പെഡഗോജി ടെക്സ്റ്റായിട്ടും ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ്. ഇത് ധാരാളം പത്രവാർത്തകളുടെ ഒരു ആൽബം പോലത്തെ ഒരു പുസ്തകമാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു നേർചിത്ര പുസ്തകമായിട്ടും ഈ പുസ്തകത്തെ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. പല രീതികളിൽ ഇതിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും താലോലിക്കാനും തോന്നുന്ന ഒരു പുസ്തകമാണ്. ഇത്രയും ഭംഗിയായിട്ട്, അതും ഇത്രയും അധികം ആശയങ്ങളെ ചേർത്തുള്ള ഒരു വലിയ പുസ്തകത്തെ എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് രൂപകൽപ്പന ചെയ്യാൻ പറ്റി, അതെല്ലാം പ്രിന്റ് ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിസ്മയങ്ങളും ഈ പുസ്തകം തരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പല മാനങ്ങൾ വായിക്കുന്നവന്റെ അടുപ്പം പോലെ ഇരിക്കും ഈ പുസ്തകത്തിലെ ഉള്ളടക്കം എന്നുള്ളതാണ്. ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫി മുതൽക്ക് ഒരു യാത്രാ പുസ്തകം വരേക്കും ഇതിന് റേഞ്ച് ഉണ്ട് എന്ന് ആമുഖമായി പറയുകയാണ്. വലിയ വിസ്മയത്തോടെയാണ് ഓരോ പേജും വായിച്ചു തീർക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം എങ്ങനെ ഇതെല്ലാം സാധിച്ചു, എങ്ങനെ ഇതെല്ലാം നടപ്പിലാക്കി, എങ്ങനെ ഇത്രയധികം വിദ്യാഭ്യാസ പരീക്ഷണങ്ങൾ നടത്തി, എങ്ങനെ ഇത്ര വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തു, അങ്ങനെയൊക്കെ പല രീതികളിൽ നമ്മളെ ഉത്കണ്ഠ ഭരിതരാക്കുന്ന, വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണിത്. പക്ഷെ ചിലര് ഇതെല്ലാം നടക്കാത്ത സുന്ദരമായ സ്വപ്നം, ശ്രീനിവാസൻ ഏതോ സിനിമയിൽ പറയുന്ന പോലെയുള്ള ഇതൊന്നും നടപ്പിലാവാത്തതാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പരിഹാസവും ഈ പുസ്തക വായനയിൽ ചിലർക്ക് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ സവിശേഷമായ ഒരു അധ്യായമാണ് സാരംഗ്, അഗളിയിലെ സാരംഗ്. ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും സാരംഗും അവിടുത്തെ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളും ഇല്ലാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം അപൂർണമാണ്. അത്രയും വിപുലമായ ഒരു വിദ്യാഭ്യാസ ചരിത്രത്തിലേക്ക്, ഒരു വിദ്യാഭ്യാസ അധ്യായത്തിലേക്കുള്ള ഒരു പ്രവേശികം മാത്രമാണ് ഈ പുസ്തകം. സാരംഗ് എന്താണെന്ന് അറിയാനും ഗോപാലകൃഷ്ണ മാഷ് എന്താണെന്ന് അറിയാനും ഈ പുസ്തകം ഒരു ഗേറ്റ് വേ മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. സമകാലിക ജീവിതത്തിന്റെ ഒരു വിമർശ പുസ്തകം കൂടിയാണെന്ന് പറയുകയുണ്ടായി. കുറെ വാർത്തകൾ ഇതില് കട്ടിങ്സ്, പത്ര കട്ടിങ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പല രീതികളിലുള്ള വാർത്തകളാണ്. അധ്യാപികയെ അസഭ്യം വിളിച്ച പ്രധാന അധ്യാപകൻ അറസ്റ്റിൽ, അവധി ചോദിച്ചതിന് പ്രധാന അധ്യാപകന്റെ തെറിവിളി, അധ്യാപിക കുഴഞ്ഞു വീണു, പണവും സ്വർണവും തട്ടി എക്സൈസ് ഓഫീസർക്ക് സസ്പെൻഷൻ,
ഇങ്ങനെ കുറേ തരം വാർത്തകളുണ്ട്. സ്കൂളിൽ യാത്രയപ്പിന് റേസിംഗ്, കാർ ബൈക്കിലിടിച്ച് അപകടം, നേതാക്കളെ തൊടാൻ പോലീസിന് പേടി, സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ സഹപാഠികളടക്കം 3 പേർ പിടിയിൽ, വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മദ്യക്കടത്ത്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ റിപ്പോർട്ട് സമർപ്പിച്ചു, ലഹരി കുരുക്കിയ കുട്ടികൾ റോഡരികിൽ വീണു, കുളത്തിൽ ചാടാൻ ശ്രമിച്ചു, ലഹരി ലഭിച്ചത് 6, 8, 10 ക്ലാസ്സുകാരായ കുട്ടികൾക്ക്. ഇങ്ങനെ നമ്മുടെ പുതിയകാല ടെലിവിഷൻ ചാനലുകളിലെ വാർത്തകൾ പോലെ വളരെ വിപരീതമായിട്ടുള്ള കുറേ പത്ര റിപ്പോർട്ട്സും ഇതിൻ്റെ കൂടെ ഒരു അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ശരിക്കും നമ്മുടെ സമൂഹം എവിടെ എത്തി എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നൊരു പുസ്തകം കൂടിയാണിത്. വളരെ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് സമൂഹത്തെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിക്കും. ബാഹ്യമായ സൗന്ദര്യങ്ങളെ നമ്മുടെ സമൂഹത്തിനുള്ളൂ. ആന്തരികമായിട്ട് ഒരുപാട് വിഴുപ്പുകൾ ചുമക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് നേടിയതാണ് ഇതെല്ലാം എന്ന് ഒരുവൻ കാണിക്കുമ്പോഴും അകത്തുള്ള മോശങ്ങളെ സൂചിപ്പിക്കുന്ന കുറേ ഇത്തര പത്ര റിപ്പോർട്ട്സ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ അനാഥ കുഞ്ഞുങ്ങൾ എന്നൊരു അധ്യായത്തിന്റെ ഒടുക്കം പറയുന്നുണ്ട്, തിരിച്ചറിവില്ലാത്ത വിദ്യാഭ്യാസം നേടി ഇണ എന്താണെന്ന് തിരിച്ചറിവില്ലാതെ കല്യാണം കഴിച്ച് മക്കൾ എന്തിനാണെന്ന് തിരിച്ചറിവില്ലാതെ 1 2 അനാഥ കുഞ്ഞുങ്ങളെയും സൃഷ്ടിച്ചു വിട്ടിട്ട് അടിപൊളിയായി അടിച്ചു പിരിയാനുള്ളതാണ് ഇന്ന് ദാമ്പത്യം. ഇവർക്കൊക്കെ ജനിച്ചുപോയ അനാഥ കുഞ്ഞുങ്ങളും ഇതേ വഴിയിലൂടെ ഇന്ന് നടക്കുന്നു. വിജയങ്ങളുടെ മാത്രമല്ല, പ്രതീക്ഷകൾ കെട്ടടങ്ങിയതിൻ്റെയും ധാരാളം വിവരണങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സാരംഗ് എന്നുള്ളത് സമ്പൂർണ്ണ വിജയം മാത്രമല്ല, അതിനകത്ത് സംഭവിച്ച വീഴ്ചകളുടെ പടവുകളും പറയുന്നുണ്ട്. സാരംഗിനെ കൂടുതൽ അറിയാനും ഈ പുസ്തകം ഉപകരിക്കുന്നുണ്ട്. 1992 സാരംഗ് ഒരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. സ്കൂൾ തുടങ്ങാനുള്ള പണം പിരിക്കാനായിട്ട് ഇവരൊരു പ്രൊഫഷണൽ നാടക സംഘം രൂപീകരിക്കുന്നുണ്ട്. സാരംഗ് കലാവിഭാഗം എന്നൊക്കെ വിളിക്കുകയാണ്. 2 മാസത്തെ രാവും പകലും ഇല്ലാതെയുള്ള അധ്വാനം കൊണ്ട് ഒരു നാടകം ഇവർ തയ്യാറാക്കുന്നു. അതിൻ്റെ പേര് പട്ടിണി ബോംബ് എന്നാണ്. പട്ടിണി ബോംബ്. അതിൻ്റെ പോസ്റ്ററൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഈ സാരംഗിൻ്റെ ഒരു പ്രൊഫൈലും കൂടിയാണ് ഈ പുസ്തകം. 200 വേദികളെ പ്രതീക്ഷിച്ച് ആ വേദികളിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സാരംഗ് തുടങ്ങാം എന്നുള്ള പ്രതീക്ഷയിൽ ആരംഭിച്ചത് വെറും 16 വേദികളാണ് അവർക്ക് പിന്തുണ ലഭിച്ചത്. ഒടുവിൽ നാടക സംഘം പിരിച്ചുവിടുന്നു. റിഹേഴ്സൽ ക്യാമ്പ് ആളനക്കമില്ലാതെ കിടക്കുകയാണ്. പിന്നെ സ്കൂൾ തുടങ്ങാനുള്ള സാധ്യതയും അടയുകയാണ്. പക്ഷെ അതിൽ പിന്തിരിയുന്നില്ല. സാരംഗ് എന്ന ബദൽ വിദ്യാലയം 1995 ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പക്ഷെ 30ാം വാർഷികമാണെന്ന് പറയാം, ജൂൺ 1 സാരംഗ് തുടങ്ങുന്നത്. 30 വർഷം മുമ്പ്. സാരംഗ് ബദൽ വിദ്യാലയം 95 ജൂണിന് തുടങ്ങുന്നതിന് മുമ്പ് ഏപ്രിൽ 12 അഗളിയിലെ കവലയിൽ ഇവര് രണ്ടുപേരും ചേർന്നൊരു നോട്ടീസ് ഒട്ടിക്കുന്നുണ്ട്. ആ നോട്ടീസിന്റെ പൂർണ്ണ രൂപവും ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. ഞാൻ ആ നോട്ടീസ് ഒന്ന് വായിക്കാം. സാരംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള നോട്ടീസാണ്. സാരംഗ് ബദൽ വിദ്യാലയം 95 ജൂൺ 1 തുടങ്ങുന്നു. ഭാരിച്ച പുസ്തകക്കെട്ടും പേറി പള്ളിക്കൂടം നിരങ്ങി പരീക്ഷയിൽ തോറ്റും ജയിച്ചും നരകിക്കുകയാണ് നമ്മുടെ മക്കൾ. 10 പാസ്സായാലും ഡിഗ്രി പാസ്സായാലും ജീവിക്കണമെങ്കിൽ വേറെ വഴി കണ്ടെത്തണം. ഇത് എന്ത് വിദ്യാഭ്യാസം? നമുക്ക് വേറെ വഴികളില്ലേ? കഴിഞ്ഞ 16 വർഷങ്ങളായി ഞങ്ങൾ മറ്റു വഴികൾക്കായി അന്വേഷിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമാണ് ഈ ബദൽ വിദ്യാലയം. മന്ദബുദ്ധികളല്ലെങ്കിൽ ഏത് മക്കളെയും രക്ഷപ്പെടുത്താമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സാരംഗിൻ്റെ മുഴുവൻ കഴിവും ഉപയോഗിച്ചുകൊണ്ടാണ്, മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ബദൽ സമ്പ്രദായത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുന്നു. ഇന്നാട്ടിലെ മുഴുവൻ ആളുകളുടെയും എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു രസകരമായൊരു വ്യവഹാര രൂപം കൂടി പരിചയപ്പെടാൻ ആ പേജ് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ പല കൊല്ലങ്ങൾ പള്ളിക്കൂടം നിരങ്ങിയിട്ടും എഴുത്തും വായനയും അറിയാതെ നാണം കെടേണ്ടി വന്നിട്ടുള്ള മക്കളെയും ഇവർ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. തുടക്കക്കാർക്ക് സ്വാഗതം എന്ന് പ്രത്യേക നോട്ടീസിൽ പറയുന്നുണ്ട്. പ്രവേശനം 1 മാത്രം.
15 പേർക്ക് മാത്രമെന്നാണ് പറഞ്ഞതെങ്കിലും 37 കുട്ടികൾ സാരംഗിലെ രക്ഷിതാക്കളോടൊപ്പം അന്ന് ആ സാരംഗ് മല കയറി വന്നെന്നാണ് പറയുന്നത്. അവരെല്ലാം തന്നെ അഗളി ഗവൺമെന്റ് സ്കൂളിൽ 6 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കൂട്ടാനും കിഴിക്കാനും ഹരിക്കാനും ഒന്നും അറിയാത്ത കുട്ടികൾ. ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്നും TTCക്ക് പഠിച്ചിരുന്നില്ല എന്ന് പറയുന്നു. 14 വയസ്സ് കഴിഞ്ഞ മൂത്ത മകൻ ഗൗതമും ഗോപാലകൃഷ്ണൻ മാഷിന്റെ അനിയന്റെ മകൻ അതേ പ്രായക്കാരനായ മമാസും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു സാരംഗിൽ പഠിക്കാൻ. ഇവര് ഇത് ആരംഭിക്കുന്നതിന്റെ ഒരു ഫിലോസഫി നിൽക്കുന്നിടത്ത് നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ പ്രീ ടെസ്റ്റ് ഒക്കെ നടത്തുന്ന പോലെ എന്താണ് ആ കുട്ടികൾ, അവരുടെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ കുറേ നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളാനാണ് ആ കുട്ടികളോട്, ആദ്യത്തെ ബാച്ചിനോട് അവർ പറയുന്നത്. ബാല്യം വിട്ടുകളയാൻ താല്പര്യമില്ലാത്ത കുറെ കൗമാരക്കാരായിരുന്നു ആ കൂട്ടത്തിൽ എന്ന് പറയാം. അവരുടെ വിദ്യാഭ്യാസം എവിടെ തുടങ്ങണം ഇവർ രണ്ടുപേരും നല്ലവണ്ണം ആലോചിക്കുന്നുണ്ട്. വിജയിച്ച മറ്റ് പരീക്ഷണ മാതൃകകളൊന്നും അറിവിലില്ലായിരുന്നു. പൂളമരം ഒരെണ്ണം വെട്ടി മറിച്ചിട്ട് കൊടുത്തു മുറ്റത്ത്. കുറെ ആയുധങ്ങൾ കൊടുക്കുകയാണ് കുട്ടികൾക്ക്. വട്ടവാള്, കൈവാള്, വാക്കത്തി, ഉളി, ചുറ്റിക. എന്നിട്ട് അവരോട് കളിച്ചോളാൻ പറയണം, ഓരോന്നും ഉണ്ടാക്കിക്കോളാൻ പറയണം. കുട്ടികള് ഈ വാളും കത്തിയൊക്കെ ഉപയോഗിച്ച് ബൈക്ക് മുതൽ ബസ്സുകൾ വരെ ഉണ്ടാക്കുന്നു, ലോറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവര്. അതുപയോഗിച്ച് ഇഷ്ടം പോലെ കളിക്കാനും പറഞ്ഞു. കുട്ടികൾ ശരിക്കും ഞെട്ടുകയാണ്. കാരണം പഠിക്കുക എന്ന് കേട്ട് മാത്രം തഴമ്പിച്ച് അവർക്ക് കളിക്കുക എന്ന് കേട്ടപ്പോൾ ശരിക്കും സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ എന്നുള്ള രീതിയായി. ഇവര് അഗളിയിലെ കുട്ടികള് ബസ് ഓടിക്കുകയാണ്. പാല, പാലക്കാട്, മണ്ണാർക്കാട്, കോട്ടയം, കോഴിക്കോട്, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ ഓടുകയും അവിടങ്ങളിൽ നിന്നെല്ലാം പലവ്യഞ്ജനങ്ങൾ കയറ്റിയ ലോറികളും വന്നു തുടങ്ങുകയാണ്. ഈ പൂളമരം കൊണ്ട് ഉണ്ടാക്കിയ വണ്ടികളാണ്. പിന്നെ ബോർഡുകൾ വായിക്കാൻ തുടങ്ങി. പലതരം എഞ്ചിനുകൾ, പലതരത്തിലുള്ള ശബ്ദങ്ങൾ. കുട്ടികൾ പല രീതികളിൽ പ്രതികരിച്ചു തുടങ്ങി. അവർക്ക് എന്താണോ തോന്നുന്നത് നൈസർഗികമായിട്ടുള്ള അവരുടെ പ്രതികരണങ്ങളായിരുന്നത്. അതുവഴി നമ്മൾ കരുതുന്ന പോലെ ബഹളങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമല്ല. ശരിക്കും അച്ചടക്കമല്ല, സ്വയം നിയന്ത്രണമാണ് വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും ആവശ്യമെന്ന് ആ കുട്ടികൾക്ക് സ്വയം ബോധ്യമാകുന്നുണ്ട്. ഓരോ ദിവസവും അവർക്ക് ചെയ്യാനുള്ള പരിപാടികൾ എഴുതി വലിയ ബോർഡിൽ എഴുതി പ്രദർശിപ്പിക്കുമായിരുന്നു. അപ്പോൾ തപ്പിത്തടഞ്ഞ് വായിക്കുന്നവര് അങ്ങനെ വായിക്കും. തീരെ വായിക്കാൻ അറിയാത്തവര് അടുത്ത് പോയി നിന്ന് അത് കേൾക്കും. ശരിക്കും വായിക്കാൻ അറിയുന്നവർ പൂർണ്ണമായി വായിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു കൂട്ടായ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് അവിടെ അന്ന് നടന്നത്. ഓരോ ദിവസവും അങ്ങനെ ഓരോ തരം പ്രവർത്തനങ്ങളായിരുന്നു. എല്ലാവരും വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കൂടെയുള്ളവരെല്ലാവരുമാണ്, അല്ലാതെ അധ്യാപികയോ അല്ല അധ്യാപകനോ അല്ല ഉത്തരവാദിത്വം. പഠിതാക്കളിൽ തന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ജനാധിപത്യ മര്യാദകൾ ഇവർ സ്വയം പഠിക്കുന്നുണ്ട്. പഠിപ്പിക്കുകയല്ല, സ്വയം പഠിക്കുന്നുണ്ട്. അതിന് മാഷും ടീച്ചറും ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രം കുറെ പൊതുയോഗങ്ങൾ ഉണ്ടാക്കുകയാണ്. രാവിലെ നമ്മൾ സ്കൂളിൽ അസംബ്ലി എന്നൊക്കെ പറഞ്ഞ പോലെ രാവിലത്തെ ആ പൊതുയോഗം മുതൽക്ക് തുടർച്ചയായിട്ട് പലതരം യോഗങ്ങൾ ഇവർ കൂടുന്നുണ്ട്. അപ്പൊ അതുവഴി ഇവർക്ക് സൂക്ഷ്മത, പരസ്പരം സഹകരണം, ശ്രദ്ധ, തയ്യാറെടുപ്പ്, ഒരു പക്വത, ഇതെല്ലാം സ്വയം സ്വാംശീകരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവര് സാരംഗിൽ ഉപയോഗിക്കുന്ന പ്രധാന തന്ത്രം അനുഭവങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും അധ്യാപനത്തെക്കാൾ അല്ലെങ്കിൽ പഠനത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പുസ്തകത്തിന്റെ പേര് തന്നെ രസകരമാണ് അല്ലെ? 2 രീതികളിൽ വായിക്കാൻ സാധിക്കുന്നതാണ്. താങ്ങാവാൻ തണലാവാൻ താങ്ങാവുന്ന വിദ്യാഭ്യാസം, താങ്ങാവുന്ന സഹായമാകുന്ന അല്ലെങ്കിൽ എക്കണോമിക്കലാവുന്ന 2 രീതിയിലും വായിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കിട്ടിയത് 9ാം പതിപ്പാണ്. സാരംഗിൽ പോയപ്പോൾ കിട്ടിയ പുസ്തകമാണ്. പുസ്തകത്തിന്റെ ആമുഖത്തില്
ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിൻ്റെ തന്നെ ചരിത്രം പറയുന്നിടത്ത് നമ്മുടെ എല്ലാ മേഖലകളിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ 7ാം പതിപ്പ് ഇറക്കുമ്പോൾ പഴയ പ്രസാധകർ അവർ 8ാം പതിപ്പ് തകൃതിയായി വിറ്റഴിക്കുകയായിരുന്നു. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് സമകാലിക ലോകത്തെ വ്യക്തമായി മനസ്സിലാവുന്നത്. ഇതൊന്നും അറിയാതെ നമ്മൾ വേറെ പതിപ്പും വാങ്ങിപ്പോകുന്നുണ്ട്. ഇപ്പൊ സാരംഗിലെ നിലപാടുകളോട് നമുക്ക് എന്തെങ്കിലും ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. നിലവിലുള്ള ജീവിത, വിദ്യാഭ്യാസ, സാമൂഹിക അവസ്ഥകളോടുള്ള വിയോജിപ്പ്. രണ്ടാമത്തത് കാലത്തിനും സ്വന്തം സമൂഹത്തിൻ്റെയും ആവശ്യാർത്ഥമുള്ള മാറ്റങ്ങൾക്കുള്ള ആഗ്രഹ നിലപാടും പ്രതിരോധവും. മറ്റൊന്ന്, നമ്മൾ സ്വപ്നം കാണുന്നത് ചിലത് യാഥാർത്ഥ്യമാക്കുക. ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ക്ലാസ് മുറികളെ കുറിച്ച് ചിന്തിച്ചതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ് ഈ സാരംഗിലേക്കുള്ള നമ്മുടെ ഒരു ആകർഷണം. എന്തായാലും ടീച്ചറും മാഷും മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ സങ്കല്പം കൂടുതൽ വിശദമായി അറിയാൻ ഈ പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. ഞാനിനി അധികം നീട്ടുന്നില്ല. മാഷ് നമ്മളോട് സംസാരിക്കുന്നതാണ്. ഈ പുസ്തകം ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ ഒരു പുസ്തക പരിചയം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും തീർക്കാവുന്ന കാര്യങ്ങളല്ല. മാഷിനെ സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഏതായാലും പുസ്തകത്തെ സംബന്ധിച്ച് ഇങ്ങനൊരു ചർച്ച ആദ്യമാണെന്ന് പറയാം. ഇതിനു മുമ്പ് 1-2 സ്ഥലങ്ങളിൽ സാന്ദർഭികമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പുസ്തകത്തിന് വേണ്ടി മാത്രമായ ഒരു ചർച്ച ആദ്യമാണെന്ന് തോന്നുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഒരു വിഷമമുള്ളത് എൻ്റെ കൂടെ വിജയലക്ഷ്മി ഇല്ല എന്നുള്ളതാണ്. വിജയലക്ഷ്മി ഇപ്പോൾ ഇവിടെ ഇല്ല. അവൾ ഈ ഒരു യാത്രയിലാണ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നേനെ. അത് നമുക്ക് കഴിഞ്ഞില്ല. നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ചില സംഗതികളാണ്. പിന്നെ ചില ചികിത്സയുടെ ഭാഗമായിട്ടാണ് അവൾ പോയത്. എനിക്കട്ടെ. ഇതിനിടയ്ക്ക് ആരോ ഒന്ന് കൈ ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. അതായിരുന്നു വിശ്വനാഥൻ എന്നിട്ട് പറഞ്ഞത്. അദ്ദേഹം എന്തായിരുന്നു സംസാരിക്കാൻ ഉദ്ദേശിച്ചത് എന്താണെന്നൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. ആഹാ, എന്ത് പറ്റി? ഹലോ. അറിയാതെ കൈ പൊന്തിച്ചതാകാം സാറേ. ആണോ? ആ ശരി. ഇവിടെ കൃഷ്ണകുമാർ മാഷ് സംസാരിച്ചതിനെ തുടർന്ന് ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, സാരംഗ് തുടങ്ങുന്നത് 1982-ലാണ്. ഈ 95-ല് രണ്ടാമത് ഞങ്ങളിത് പല പ്രാവശ്യം തുടങ്ങുകയും പല പ്രാവശ്യം നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡ്രോപ്പ് ഔട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാച്ചിനെ സംബന്ധിച്ചാണ് മാഷ് സംസാരിച്ചത്. അപ്പം അതുകൊണ്ട് ശരിക്കും തുടങ്ങുന്നത് ഔപചാരികമായി തുടങ്ങുന്നത് 82-ലാണ്. പിന്നെ അതിൻ്റെ ചിന്തകളും അങ്ങനെയുള്ള അതിൻ്റെ ബാക്കി അതിൻ്റെ ഒരു ഗർഭാവസ്ഥ എന്ന് പറയുന്നത് 77-79 കാലത്താണ്. ഏതായാലും ഔപചാരികമായിട്ട് തുടങ്ങുന്നത് 82-ലാണ്. അതൊന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് അതുകൊണ്ട് 45 വർഷത്തോളം, അതായത് മൂത്ത മകന് 45 വയസ്സുണ്ട്. 46 വർഷം മുമ്പാണ്, അതായത് അവനുണ്ടാകുന്നതിന് 1 വർഷം മുമ്പ് തന്നെ
നമുക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിലവിലുള്ള ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിടില്ല എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും നമ്മൾ ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്കുള്ളൊരു വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങൾ രണ്ടുപേരും നടത്തുന്ന ഒരു സ്വകാര്യ വിദ്യാലയം അല്ലെങ്കിൽ സ്വകാര്യ വിദ്യാഭ്യാസ പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ് ആളുകൾ ഇപ്പോഴും ഇതിനെ കാണുന്നത് എന്നുള്ളൊരു വലിയ ദുഃഖമുണ്ട്. വാസ്തവത്തിൽ അതല്ല. സാരംഗ് എന്ന് പറയുന്നത് ഒരു ജനകീയ ജനാധിപത്യ വിദ്യാലയമായിട്ട് മാറേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ അതാരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതൊരു ഗതികേടാണ്, നമ്മുടെയൊക്കെ ഒരു ഗതികേടാണ്. കാരണം നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഇന്ന് നിലവിലുള്ള ഈ വിദ്യാഭ്യാസം അല്ലാതെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സാധ്യമല്ല, അല്ലെങ്കിൽ ഒരേ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള ഈ കച്ചവട വിദ്യാഭ്യാസമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അവരവർ നേടുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഇതാണ് സംഭവിച്ചത്. പക്ഷേ നമുക്കിനിയും സമയമുണ്ട്, നമ്മളതേപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞിട്ട് എത്രയോ കാലമായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സംഗതിയാണ്. ഓരോ സർക്കാരുകൾ മാറി മറിഞ്ഞു വരുമ്പോഴൊക്കെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് സാധ്യമായ കാര്യമല്ല. ഈ പോകുന്ന പോക്കിൽ ഒരിക്കലും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. ഈ നിലയിലുള്ള ചിന്താഗതിയുള്ള ഒരു സർക്കാരിനും കഴിയില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസം ആണ് ഈ തൊഴിലില്ലായ്മയുടെ പ്രധാന ഉത്തരവാദി. ഈ വിദ്യാഭ്യാസം മാറാതെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ തൊഴിലില്ലായ്മ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. സാധാരണ ആൾക്കാർ പറയും കഞ്ചാവ് കടത്ത്, കള്ളക്കടത്ത്, അങ്ങനെയുള്ള കാര്യത്തിന് പോകുന്നു. അത് മാത്രമല്ല, എല്ലാ മേഖലകളിലും തൊഴിലില്ലായ്മ കൊണ്ട് ആളുകൾ തൊഴിൽ തേടി ഓരോ രംഗത്തും വരുന്നുണ്ട്. ഇപ്പൊ അധ്യാപന മേഖലയിൽ തന്നെ അതൊരു തൊഴിൽ മേഖലയായിട്ട് അധപ്പതിക്കുകയാണ് ചെയ്തു. നാളത്തെ തലമുറ എന്തായിരിക്കണമെന്നും എന്തായിരിക്കരുതെന്നും ഇന്നേ വിഭാവനം ചെയ്യാൻ കഴിവുള്ള ക്രാന്തദർശികളായിരിക്കണം അധ്യാപകരെന്ന് ഒക്കെ പറയാറുണ്ട്. പക്ഷേ ആ നിലയ്ക്കല്ല. എനിക്കൊരു തൊഴിൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അധ്യാപകർ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ആരും കുറ്റപ്പെടുത്തുകയല്ല, ഒരു വാസ്തവം നമ്മൾ പറയുന്നില്ല എങ്കിൽ, നമ്മൾ ഈ പുസ്തകം എഴുതിയത് കൊണ്ടോ ഈ പുസ്തകത്തെ നിരൂപണം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചത് കൊണ്ടോ അർത്ഥമില്ലാതെയാവും. അതുകൊണ്ടൊരു സത്യം പറയുകയാണ്, എല്ലാ മേഖലകളിലും തൊഴിൽ തേടിയിട്ടാണ് ആളുകൾ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാര് എല്ലാവരും ഡോക്ടർമാരല്ല. കാരണം എന്ന് വെച്ചാൽ അത് ഒരു തൊഴിൽ അന്വേഷിച്ചിട്ട് വന്ന് കയറി അവര് യാതൊരു ശുശ്രൂഷയ്ക്ക് വരുന്നവരാണ്. ഞങ്ങൾക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എത്രയോ പ്രാവശ്യം ഈ മെഡിസിന് വേണ്ടി പഠിച്ച് എത്രയോ പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടാണ് തോറ്റ് വീണ്ടും വീണ്ടും എഴുതിയിട്ട് ആണ് അവര് പലരും, എല്ലാവരും എന്നല്ല, പലരും ഡോക്ടർമാരായിട്ട് ഇന്ന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വാസ്തവം പറഞ്ഞാൽ അവർക്ക് ചികിത്സ കൃത്യമായിട്ട് അറിയില്ല. അവർ തൊഴിലാണത്. ഇതൊക്കെ നമ്മുടെ അതുപോലെ എഞ്ചിനീയർമാർ, ഇപ്പൊ നമ്മുടെ ഈ ഇതിൻ്റെയൊക്കെ പറയുന്നില്ലേ, NH കാര്യം, NH തകർന്ന കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ അടിസ്ഥാനമായ ഇതിന്റെ കാരണം നമ്മുടെ വിദ്യാഭ്യാസമാണ്. അപ്പൊ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഈ വിദ്യാഭ്യാസം മാറാതെ നമുക്കിന്ന് നമ്മൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് കഴിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നത് അവിടുത്തെ വിദ്യാഭ്യാസമാണ്. ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പേഴ്സണാലിറ്റി എന്താണെന്ന്, ആ വ്യക്തിത്വം എന്താണെന്ന് നിർണ്ണയിക്കുന്നത് അയാൾ നേടുന്നതായ വിദ്യാഭ്യാസമാണ് എങ്കിൽ, ഒരു രാഷ്ട്രത്തിന്റെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതും ആ രാഷ്ട്ര സമൂഹം നേടുന്ന വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഞങ്ങളൊരു 2 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും ശക്തവും അനിവാര്യവുമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് വിദ്യാഭ്യാസം, മക്കളെ വളർത്തൽ. ഒരു രാഷ്ട്രത്തിന്റെ അനിവാര്യവും
അനിവാര്യം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് മക്കളെ വളർത്തൽ. കാരണം ആ വളർന്നു വരുന്ന മക്കളാണ് ആ രാഷ്ട്രത്തിന് ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ മക്കളിൽ ഇവിടെ വളർന്നു വരുന്ന തലമുറയിൽ ഭൂരിഭാഗവും ക്രിമിനൽസാണ്. അത് പറഞ്ഞ് ഞങ്ങൾ പല സ്ഥലത്തും പറഞ്ഞ് നമ്മളതിന് വളരെയധികം വിമർശനങ്ങൾ, വൃത്തികെട്ട രീതിയിലുള്ള ഇതൊക്കെ ഇങ്ങനെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ക്രിമിനൽസ് ആണോ എന്നൊക്കെ ആൾക്കാർ നേരിട്ട് ചോദിക്കുകയും വളരെ മോശമായിട്ടുള്ളൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ക്രിമിനലിസം എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ, ഇപ്പോൾ ഒരു കള്ളം പറയുന്നു, കൈക്കൂലി വാങ്ങുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഈ ക്രിമിനലിസത്തിനകത്ത് വരുന്ന സംഗതിയാണ്. കൊലപാതകം ചെയ്യുന്നതോ മോഷ്ടിക്കുന്നതോ മാത്രമല്ല ഇത് അതിനകത്ത് വരിക. നമ്മൾ ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ചെയ്യുന്നതെല്ലാം ആ ക്രിമിനൽ ബോധം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയിത്തീരുന്നത്. അപ്പോൾ ഇത് പരിപൂർണമായിട്ടൊന്നും ആർക്കും ഒരിടത്തും മാറ്റി അങ്ങനൊരു സമൂഹം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അളവ് കുറയ്ക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയണം. കാരണം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സംസ്കരണമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു തൊഴിലിന് വേണ്ടി കുറച്ച് എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു തൊഴിൽ, എനിക്കൊരു തൊഴിൽ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കൊരു തൊഴിൽ കിട്ടണം, അങ്ങനെ അത് ആ ഒരു ചിന്താഗതി ഉണ്ടാകുന്നതല്ല വിദ്യാഭ്യാസം. സമൂഹത്തിന് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് കഴിയണം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ, ചില കാര്യങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. സമൂഹമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മളത് സഹിച്ചേ പറ്റുള്ളൂ. ആ ഒരു സഹനം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളിടത്താണ് ഈ താങ്ങാവുന്ന വിദ്യാഭ്യാസമൊക്കെ ഞങ്ങൾ എഴുതാനായിട്ടുള്ളൊരു കാരണം അതാണ്. കാരണം അത് ഈ ഇങ്ങനെയുള്ളൊരു ചിന്താഗതി സമൂഹത്തിൽ പടരണം എന്ന് വിചാരിച്ച് പല രീതിയിൽ നമ്മൾ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു നാടകം. ഇവിടെ മാഷ് പറഞ്ഞില്ലേ, പട്ടിണി ബോംബെന്ന് പറഞ്ഞ നാടകം. പട്ടിണി ബോംബെന്ന് പറയുന്ന നാടകം 95 ഞങ്ങൾ അത് അവതരിപ്പിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ വിഷകൃഷിയെ സംബന്ധിച്ചാണ്. അത് വിഷകൃഷി അങ്ങനെ ഇവിടെ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. 81 മറ്റോ 3-ാം പാഠപുസ്തകത്തിൽ 2 കൃഷിക്കാർ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. അത് നമ്മൾ നെറ്റിനകത്ത് നോക്കിയാൽ കാണും. നെറ്റിനകത്ത് അതുണ്ട്, സാധനമുണ്ട്. 2 കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് പലർക്കും ഇത് ഓർമ്മയുണ്ടാവും. വേലപ്പനും പിന്നെ ഒരു അമ്മാവനും കൂടിയിട്ടുള്ളൊരു കഥയാണ്. കൃഷ്ണക്കുറുപ്പ് പത്രം വായിക്കുന്നു. ഇത്തവണത്തെ കൃഷിക്കുള്ള 1-ാം സമ്മാനം കിട്ടിയത് വേലപ്പനാണ്. ആഹാ, ഇന്നലെ വരെ BA കാരനായിട്ട് ഇങ്ങനെ നടന്ന അവൻ ഇങ്ങനെ കൃഷിയിൽ 1-ാം സ്ഥാനം കിട്ടി, അത് മോശമാണല്ലോ. ഞാൻ ഇങ്ങനെ ഒരു കൃഷിക്കാരനാണെന്ന് പറഞ്ഞ് മേനി പറഞ്ഞിട്ടിരുന്നൊരു കാര്യമില്ല. ഏതായാലും ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മാവൻ എന്ന് പറയുന്നത് ഒരു കൃഷ്ണക്കുറുപ്പ്, എന്തോ ഒരു കുറുപ്പമ്മാവൻ, അദ്ദേഹം നേരെ വേലപ്പനെ കാണാൻ പോകുന്നതും വേലപ്പൻ്റെ കൃഷിയിടങ്ങൾ കണ്ടിട്ട് അതിശയിക്കുന്നതും IR8-ഉം കൾച്ചർ 28-ഉം അങ്ങനെയൊക്കെയുള്ള കൃഷി ചെയ്യുന്നതും പിന്നെ ട്രാക്ടർ കൊണ്ട് ഉഴുന്നതുമായിട്ടുള്ള ഒരു വലിയ പാഠം. 2 ഭാഗമായിട്ടാണ് 2 പാഠങ്ങളാണ്. ഹരിത വിപ്ലവം എന്ന് പറയുന്നതായ വിഷകൃഷി ഇവിടെ അവതരിപ്പിക്കുന്നത് ആ രീതിയിലാണ്. കുഞ്ഞിലെ പിടിക്കുക എന്നുള്ള ഇതാണ്. നമ്മളുടെ എല്ലാ മേഖലകളിലും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ഞങ്ങൾ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കച്ചവട വിദ്യാഭ്യാസമാണ്, നിലവിലുള്ള ഒരു കച്ചവട വിദ്യാഭ്യാസമാണ്. അതിൻ്റെ കാരണം നമ്മൾ ഈ വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ ഉപഭോക്താക്കളായിട്ട് മാറുക, എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും താല്പര്യം നേരെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അതുകൊണ്ട് ഉപജീവനം ചെയ്യുക, അതുകൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞു പോവുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ റിസൾട്ടാണ്. അങ്ങനെ ഉണ്ടാകുന്നതായ ആ ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ ഈ വമ്പൻ കോർപ്പറേറ്റുകൾക്കും അതുപോലെ മുതലാളിമാർക്കും പണിക്കാരെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള, നല്ല ശേഷിയുള്ള, ബുദ്ധിയുള്ള തൊഴിലാളികളെ കൂടി അവർക്ക് ഈ ഉപഭോക്താക്കളിൽ നിന്ന് കണ്ടെത്താനായിട്ട് കഴിയും. അതിനാണ് ഈ റിട്ടേൺ ടെസ്റ്റും ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അടിമുടി ഇപ്പം നമ്മളൊരു നേരത്തെ ഡോക്ടർമാരെ പറ്റി പറഞ്ഞു, തൊഴിലാണ്, അതൊരു തൊഴിലാണ്.
ഏത് ഡോക്ടർമാരാണെങ്കിലും അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക. എഞ്ചിനീയർമാർ ഇവരൊക്കെ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അവർക്കൊരു ബോധം ഉണ്ടാകുന്നത്. പണം ഉണ്ടാക്കാനായിട്ട് ഒരു തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ പണം ഉണ്ടാകും. അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാകണം. നമുക്കൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട്, ശരിയായ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാമൂഹ്യ മാറ്റം ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നമുക്കിവിടെ തുടർച്ചയായിട്ട് സർക്കാരുകൾ മാറുന്നുണ്ട്. സർക്കാരുകൾ മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർക്ക് അവരുടെ നല്ല ജീവിതത്തിന് ഉതകുന്നതായ ഒരു മാറ്റം ഇവിടെയല്ല, ലോകത്തൊരിടത്തും സംഭവിക്കില്ല. മറിച്ച് ശരിയായ വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് നല്ല തിരിച്ചറിവുണ്ടാവും. തിരിച്ചറിവില്ലാതെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഇതിപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഇല്ല അതിനകത്ത്. ചെറിയ അംശമുള്ളൂ. അതായത് ഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു ചെറിയ അംശം മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലുള്ളത്. പക്ഷെ നമ്മൾ അതാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിച്ച് നടക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഗതി. നമുക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എങ്കിൽ പിന്നെ എവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയം കുട്ടികളെ പഠിപ്പിക്കുക? രാഷ്ട്രീയം പഠിക്കാതെ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയം പഠിക്കാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇത്രയും ചൂഷണങ്ങൾ. പിന്നെ അതുപോലെ ജനാധിപത്യ മൂല്യത്തിന് നിരക്കാത്തതായ സംഭവങ്ങൾ അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്നില്ല. രാഷ്ട്രീയം പഠിക്കാതെ ഏതെങ്കിലും മൈക്കിന് മുമ്പിൽ നിന്നിട്ട് അക്ഷരജ്ഞാനം പോലും ഇല്ലാത്തവർ രാഷ്ട്രീയം പഠിപ്പിക്കുന്നതാണ് ഇവിടുത്തെ അഭ്യസ്തവിദ്യർ രാഷ്ട്രീയം പഠിക്കുന്നത്. അഭ്യസ്തവിദ്യർ രാഷ്ട്രീയം പഠിക്കുന്നത് അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ പോലും നേതാക്കന്മാരായി നിന്നിട്ട് അവർ പറയുന്ന രാഷ്ട്രീയമാണ് ഇത് ഇന്ന് നമ്മൾ രാഷ്ട്രീയമായിട്ട് കൊണ്ടാടി നടക്കുന്നത്. അങ്ങനെ സമൂഹത്തിന്റെ സകല മേഖലകളിലും തിരിച്ചറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ തിരിച്ചറിവില്ലല്ലോ. ഇപ്പോഴും ഏകാധിപത്യ കുടുംബങ്ങളല്ലേ നമുക്കുള്ളത്. ജനാധിപത്യ രാജ്യത്ത് ഉള്ള കുടുംബങ്ങൾ ഏതാണ്ട് 99.9% ഏകാധിപത്യ കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങൾ ചേർന്നിട്ടാണല്ലോ നമ്മുടെ സമൂഹം ഉണ്ടാകുന്നത്. അതിന്റെ മൈക്രോ യൂണിറ്റ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ ഏകാധിപത്യം നിലനിൽക്കുമ്പോൾ ഒരു രാജ്യത്ത് എങ്ങനെ ജനാധിപത്യം ഉണ്ടാകും? ആ ഏകാധിപത്യത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളല്ലേ ഇവിടെ മന്ത്രിമാരും MLA-മാരും പ്രസിഡന്റും ജഡ്ജസും ഒക്കെ ഉണ്ടാകുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ സംബന്ധിച്ച് ഒരു ഇത് ഉണ്ടായല്ലോ, ഒരു വാർത്ത വന്നല്ലോ. അദ്ദേഹത്തിന്റെ ഔട്ട് ഹൗസിൽ തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വായിച്ചു. എന്താണ് കാരണം? ഏകാധിപത്യത്തിൽ വളരുന്നതായ കുട്ടികളാണ് അവർക്ക് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. ജനാധിപത്യം അവർക്കൊക്കെ അറിയാം. പക്ഷെ അത് പാലിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഏകാധിപത്യത്തിന്റെ മേലെ ജനാധിപത്യം എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഈ തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ അത് പലപ്പോഴും അപ്രിയ സത്യങ്ങളാണ്. നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമ്മളിത് പറയണ്ടേ, എന്തെങ്കിലും പ്രവർത്തിക്കണ്ടേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, മാഷൊക്കെ വന്ന സമയത്ത്, ഇവിടെ സാരംഗില് വന്ന സമയത്ത് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. അതിലൊന്ന് സാധ്യതകളുടെ കാലം. ഇത്രയും സാധ്യതകളുള്ള ഒരു കാലം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓരോരുത്തർക്ക് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും സാധ്യതകളുള്ള ഒരു കാലം ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഇനി സാധ്യതകൾ പുറകോട്ടല്ല പോകുന്നത്, മുമ്പോട്ട് പോകും തോറും ഈ സാധ്യതകൾ പെരുകി പെരുകി വരുവാണ്. ആ സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രവും ടെക്നോളജിയും ഒക്കെ ഏതൊരു സാധാരണക്കാരനും എത്തിപ്പിടിക്കാവുന്ന സ്ഥലത്തെത്തി നിൽക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇന്ന് കമ്പ്യൂട്ടർ പോക്കറ്റിൽ കൊണ്ടു നടക്കാത്ത ഒരു മനുഷ്യനും ലോകത്ത് ഒരിടത്തുമില്ല. അത് ഒരു കമ്പ്യൂട്ടറല്ല, മിക്ക ആളുകൾക്കും 1ഉം 2ഉം കമ്പ്യൂട്ടറുണ്ട്. അതിനകത്തോടെ സഞ്ചരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാനും പുതിയ പുതിയ മേഖലകളിലേക്ക് പോകാനും കഴിയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഉദാഹരണത്തിന് ഇപ്പോൾ സിനിമയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സിനിമ എന്ന് പറഞ്ഞാൽ അത്ഭുതമെന്നല്ല, മഹാത്ഭുതമാണ്. മുമ്പിൽ കാണുന്ന ഒരു വെളുത്ത തിരശ്ശീലയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മനുഷ്യൻ ഓടി നടക്കുന്നതും വർത്തമാനം പറയുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കണ്ടിട്ട് ഈ സ്ക്രീനിന്റെ മറുവശത്ത് പോയി നോക്കിയിട്ടുണ്ട് ഞാൻ, എങ്ങനെയാണ് ഇതിനകത്തൂടെ ആളിറങ്ങി വരുന്നത്. അപ്പൊ എൻ്റെ അച്ഛനോട് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ അതിന് മുമ്പേ പറഞ്ഞു, മോനെ ആദ്യമായിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ വന്ന് എന്നിട്ട് പറഞ്ഞു, മോനെ അത് അതിനകത്തോടെ അവിടെയാണ്, അതിനകത്തോടെ ആൾക്കാർ വരും. അപ്പൊ എൻ്റെ വിശ്വാസം മുഴുവനും ഈ തിരശ്ശീല പൊങ്ങും. നാടകം കണ്ട് ധാരാളം നാടകം കണ്ട് പരിചയമുണ്ട്. അവിടെയൊക്കെ ചുമന്ന കർട്ടൻ പൊങ്ങുമ്പോഴാണ് നാടകം തുടങ്ങുന്നത്. അതുപോലെ ഞാൻ വിചാരിക്കുന്നത് വെളുത്ത ഈ കർട്ടൻ, കാണുന്ന വെളുത്ത കർട്ടൻ മുകളിലേക്ക് പൊങ്ങും, അപ്പൊ അതിനകത്തൂടെ ആളുകൾ ഇറങ്ങി വരും എന്നൊക്കെയാണ് ഞാൻ അന്ന് കണക്കൂട്ടുന്നത്. അവിടെ നിന്നൊക്കെ പോയിട്ട് അത് തന്നെയല്ല, അന്ന് ഈ നാടകത്തിലൊക്കെ അഭിനയിച്ച് ഒരല്പം ഒരു ഭ്രാന്തുണ്ടായിരുന്നൊരു കാലമാണ്. ആ കാലത്തൊക്കെ ഞാൻ സിനിമയിൽ കയറാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് പോകണമെങ്കിൽ മദ്രാസിൽ പോകണം. അവിടെയാണ് മലയാള സിനിമയുടെ മുഴുവൻ പരിപാടി നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തേക്കൊക്കെ സിനിമ ഷൂട്ടിംഗ് വന്നു. മാത്രമല്ല ഇന്ന് ഷോർട്ട് ഫിലിംസ്, എത്രയോ ഷോർട്ട് ഫിലിംസ് സാധാരണ കൂലിപ്പണി ചെയ്ത് നടക്കുന്ന ആളുകൾ പോലും, വലിയ നിത്യവരുമാനത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ പോലും ഇന്ന് ഷോർട്ട് ഫിലിംസ് ഇറക്കുന്നു. അതിൽ നിന്ന് പലരും വലിയ സിനിമകൾ ഇറക്കാനായിട്ട് പോകുന്നു. സാധ്യതകളല്ലേ. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു കത്തയച്ച് 7-8 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ 1-2 ആഴ്ചകളൊക്കെ വരുമ്പോഴായിരിക്കും 50-60 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇന്ന് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് അത്ഭുതമല്ലേ. നമുക്ക് നേരെ നേരെ കണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇത്രയും സാധ്യതകളുള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ഈ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വലിയ ദുരന്തം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല, പരിശീലിച്ചിട്ടില്ല. ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു, അത് എങ്ങനെ നമുക്ക് ഉപകാരപ്രദമാക്കാം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചിന്ത നമുക്ക് നമ്മൾ അങ്ങനെ ഒരു ചിന്ത ശീലിച്ചിട്ടില്ല. എല്ലാം കാണാപ്പാഠം പഠിക്കുകയും എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റുകൾ ആധികാരികമായിട്ടെടുത്ത് അതിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ പോകുന്നത്. ഇപ്പം വേറൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇത് വന്നു, യോഗയെ സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ചർച്ചയൊന്നുമല്ല, നമുക്ക് ചർച്ച എന്ന് പറയുന്ന സംഗതിയില്ല, തോൽപ്പിക്കുക, തർക്കിച്ച് തോൽപ്പിക്കുക, എന്നിട്ട് ഞാൻ സർവജ്ഞനാണ് എന്നുള്ള മട്ടിൽ നടക്കുക. അത് പിന്നെ അതിനപ്പുറം വേറെ ഒന്നുമില്ല, തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അങ്ങനെ യോഗ തെറ്റാണ്. ഒരാളുടെ യോഗ നമ്പർ 1 ഉഡായിപ്പാണ്. ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഒരു ഇതാണ്, നമ്പർ 1 ഉഡായിപ്പാണ്. ഞാൻ യോഗ പഠിച്ചിട്ടുണ്ട് എന്നാണ് ആ മനുഷ്യൻ അവകാശപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഒരു ചെറിയ സംശയം, ഈ ഉഡായിപ്പാണ് എന്ന്, ഒരു സാധനം ഉഡായിപ്പാണ് എന്ന് പറയുമ്പോൾ അതിൽ 1% പോലും യാഥാർത്ഥ്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്പർ 1 ഉഡായിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നാമത്തെ സംശയം അതാണ്. ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പം നിലവിലുള്ള വിദ്യാഭ്യാസമേ അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് 100% വിദ്യാഭ്യാസമേ അല്ല എന്നല്ല നമ്മൾ പറയുന്നത്. അതിനകത്ത് വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ അത് കെട്ട വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ശരീരത്തിനെയും മനസ്സിനെയും സംസ്കരിച്ച് മാറ്റിയെടുക്കുന്നതായ ഒരു ക്രിയയാണ്. അപ്പൊ അതിന് നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. നിലവിലുള്ള വിദ്യാഭ്യാസം ക്രിമിനൽസിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരിലും വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. അതിനകത്ത് പക്ഷെ അത് തെറ്റായ വിദ്യാഭ്യാസമാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അത് 100% എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം 100% എന്ന് പറയാൻ കഴിയില്ല. അതിനകത്തും നന്മയും തിന്മയും ഉണ്ട്, നല്ലതും ചീത്തയുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെയാണ് യോഗ നമ്പർ 1 ഉഡായിപ്പാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് അങ്ങേയറ്റത്ത് ഉഡായിപ്പാണ്. അങ്ങനെ ഒരു സംഭവം ലോകത്തിലില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഞാനിത് പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇപ്പം നമ്മൾ മലയാളം സംസാരിക്കാൻ പഠിക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്. പക്ഷെ മലയാളം ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ മലയാളം തെറ്റുകൂടാതെ എഴുതാനും നമ്മുടെ മനസ്സിലുള്ള ആശയം അത് പുറത്തേക്ക് നമുക്ക് ആ മലയാളത്തിൽ കൂടി പ്രകാശിപ്പിക്കാനും കഴിയുന്ന ഒരു നേട്ടം ഉണ്ടെങ്കിലാണ് ഞാൻ മലയാളം പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ തർക്കിച്ച് ജയിക്കുന്നവരിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാണാപ്പാഠം പഠിച്ചിട്ട് ആണ് നമ്മൾ പലതും അതിന് ബേസ് ഉണ്ടാക്കുന്നത്, അതിന് അടിത്തറ ഉണ്ടാക്കുന്നത് നമ്മുടെ കാണാപ്പാഠം പഠിത്തത്തിലാണ്.
അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. ശരിക്കും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇപ്പൊ മറ്റൊന്നുകൂടെ പറയാൻ, ഇത് എത്രമാത്രം സമയം എനിക്ക് ഇനി മുമ്പോട്ട് പോകാനുണ്ട്, കുറെ പേർക്ക് സംസാരിക്കാനുണ്ടാവും. മാഷ് ഒന്ന് ഒന്ന് പറയൂ, നമ്മൾ എപ്പോഴാണ് ഇത് ക്ലോസ് ഇല്ല, ചെയ്യുന്നത്? മാഷ് 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 സംസാരിച്ചോളൂ, കുഴപ്പം. തുടക്കത്തിൽ 48 പേരെ മാഷ് വെച്ചുണ്ടായിരുന്നു, ഇപ്പൊ 41ആയി. ആരും പിരിഞ്ഞു പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇല്ല. ആകട്ടെ, ഞാൻ ഇത് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ഈ പുസ്തകം നമ്മൾ ഇങ്ങനെ എഴുതി, ഇന്ന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്, പുസ്തകത്തെ പറ്റി ഇങ്ങനെ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾ കുറെ കടന്നു പോയെങ്കിലും ഈ പുസ്തകത്തെ പറ്റി ചർച്ച നടക്കുന്നുണ്ട്. പിന്നെ പുസ്തകം നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. അതും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് വേറെ പ്രസിദ്ധീകരണങ്ങൾ, അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കാനായിട്ടുള്ള സാധ്യത ഇല്ലാതിരുന്നിട്ട് പോലും ആളുകൾ അന്വേഷിച്ച് പുസ്തകങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 9ാമത്തെ പതിപ്പ് കഴിയുകയാണ്. 10ാം പതിപ്പിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് പറയുന്നത്, ഇന്ന് ശരിക്കും നമ്മൾ അന്വേഷിച്ച് പഠിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ പഠിപ്പിക്കുക, ബാക്കിയുള്ളവരെല്ലാവരും അത് കേട്ട് പഠിക്കുക എന്നുള്ളിടത്തേക്കാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് കാണാപ്പാഠം പഠിച്ചിട്ട് അത് നമ്മളുടെ അടിസ്ഥാന മൂല്യമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയല്ല, ആ കാലം കഴിഞ്ഞുപോയി. അധ്യാപകരും സ്കൂളും ഇല്ലാത്തൊരു കാലത്തേക്ക് നമ്മൾ കടക്കണം. കാരണം ഈ സാധ്യതകളെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ ഇത് തന്നെ അത്ഭുതമല്ലേ? ഒരു 50 വർഷം മുമ്പ് ഇങ്ങനെ നമുക്കിരുന്ന് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 50 വർഷം മുമ്പുള്ള ആ സമയത്ത് ആൾക്കാർ ഇത് വിശ്വസിക്കില്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇതിപ്പോ ആർക്ക് വേണേലും എവിടെ വേണേലും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ കാര്യങ്ങൾ ചർച്ച ചെയ്യത്തക്ക രീതിയിലേക്ക് നമ്മൾ എത്തി. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ഇന്റർനെറ്റ് ഒന്ന് ഓണാക്കിയിട്ട് നമ്മളൊരു കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാലത്താണ് നമ്മൾ പ്രിന്റ് ചെയ്ത ടെക്സ്റ്റ് ബുക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ലോകത്തും ഞങ്ങൾ അറിയുന്നിടത്തോളം എല്ലാ രാജ്യങ്ങളിലും ഭരണകർത്താക്കൾ ഇറക്കുന്ന പുസ്തകം കാണാപ്പാഠം പഠിക്കുന്ന ഒരു ജനസമൂഹമാണുള്ളത്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, ഞങ്ങളുടെ അറിവിൽ. ഇനി അല്ലാത്ത രാജ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മഹാത്ഭുതമാണ്. ഭരണകൂടം തീരുമാനിക്കുന്നതായ ഒരു കെട്ട് അറിവ് അത് ടെക്സ്റ്റ് ബുക്കിൽ പ്രിന്റ് ചെയ്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയും, ഭരണകൂടത്തിന്റെ തൊഴിലാളികൾ അത് കുട്ടികളെ കാണാപ്പാഠം പഠിപ്പിക്കുകയും, അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതി അവർ പാസ്സാകുകയും, അങ്ങനെ പാസ്സാകുന്നതിൽ ഒരു ന്യൂനപക്ഷത്തിന് സർക്കാർ വക പണി കൊടുക്കുകയും, ബാക്കിയുള്ളവരെല്ലാവരും തൊഴിൽ തേടിയിട്ട് ലോകം മുഴുവനും സഞ്ചരിക്കുകയും ചെയ്യുന്നതായ ഒരു സമ്പ്രദായമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതകൾ നമ്മൾ കണക്കിലാക്കുന്നില്ല. അതിപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. ഞങ്ങളുടെ ഉദാഹരണമാണ് ഞങ്ങൾ പറയുന്നത്, കാരണം അത് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന സംഗതി അതുകൊണ്ടാണ്. ഇപ്പൊ ദക്ഷിണ എന്ന് പറയുന്നതായ ഒരു ചാനല് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പൊ ഇതിനകത്തുള്ള പലർക്കും അറിയാം. ദക്ഷിണ എന്ന് പറയുന്ന ചാനല് അത് നടത്തിക്കൊണ്ട് പോകുന്ന പകുതി കുട്ടികൾ, 4 പേരാണ് നടത്തുന്നത്. അതിൽ 4 പേരിൽ 2 പേര് ഒരൊറ്റ ദിവസം പോലും ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പോയിട്ടില്ല. 4 പേരിൽ 2 പേര് അങ്ങനെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പോയിട്ടില്ല. 2 പേര്, ഒരാൾ 8ാം ക്ലാസ് വരെ പോയി, ഒരാൾ 3ാം ക്ലാസ് 4ാം ക്ലാസ് വരെ കണ്ടുപോയി. ഇത്രയുള്ള വിദ്യാഭ്യാസം അവർക്കുള്ളൂ. സാധ്യത ഇന്ന് വേറെ ഞങ്ങൾക്ക് ആ കമന്റുകളിൽ നിന്ന്, ഇതില് ദക്ഷിണയുടെ ഒരു വീഡിയോ നമ്മൾ ഇടുമ്പോൾ അതിൽ നിന്ന് വരുന്ന കമന്റുകളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ, സബ്സ്ക്രൈബേഴ്സ് അതിനുണ്ട്. കാഴ്ചക്കാർ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ട്. ഇത് ഒരു സാധ്യത ഉപയോഗിച്ചതാണ്. അല്ലാണ്ട് വിദ്യാഭ്യാസത്തിന്റെ അവർ നേടിയ 4 കുട്ടികൾ നേടിയ വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള സാധ്യത അല്ല അവർ ഉപയോഗിച്ചത്. അതിൽ 2 പേര് ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. അതിൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നയാളും എഡിറ്റ് ചെയ്യുന്നയാളും ഒരു ദിവസം പോലും സ്കൂളിൽ പോയിട്ടില്ല. ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പോയിട്ടില്ല. എങ്ങനെ സാധിച്ചു? നമ്മൾ നിലവിലുള്ള വിദ്യാഭ്യാസം ഒരു ട്രെയിൻ പാളമാണ്, റെയിൽവേ പാളമാണ്. ആ പാളത്തേക്കൂടെ ഓടുന്ന വണ്ടികളാണ് നമ്മുടെ കുട്ടികൾ മുഴുവൻ. അവർക്ക് ആ പാളത്തേക്കൂടെ ഓടാൻ പറ്റുള്ളൂ. അപ്പുറം ഇപ്പുറം ഒന്നും ഓടാൻ പറ്റില്ല. ഓടിക്കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. ആട്ടി പടലേ മറിഞ്ഞു പോകും. മറിച്ച് ഈ പാളം അങ്ങോട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കാൽനടയായിട്ടോ സൈക്കിളായിട്ടോ നമുക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ പറ്റും.
അങ്ങനെ സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ സാധ്യതകൾ ഇങ്ങനെ പെരുകി പെരുകി വരുവാണ്. നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്നു. സംശയങ്ങളുടെ പേരിൽ നമ്മൾ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു. അന്വേഷണങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നു. ഇത്രയേ ഉള്ളൂ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ കാലത്ത് ഇത്രയും എളുപ്പത്തിൽ, പണ്ടൊക്കെ ഒരു റെഫറൻസ്, നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് റെഫർ ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ലൈബ്രറിയിൽ നമ്മൾ പോകണം. നമ്മൾ പോയിട്ട് അവിടെ ലൈബ്രറിയന്റെ സഹായത്തോടു കൂടി നമ്മൾ പുസ്തകം തപ്പിയെടുക്കണം. പുസ്തകം തപ്പിയെടുത്താൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പുസ്തകം അന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അതേ പുസ്തകം വേറൊരാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പുസ്തകം കിട്ടില്ല. അതിന് പുസ്തകം കിട്ടിയാൽ തന്നെ അത് ആദ്യം മുതൽ വായിക്കണം. ആദ്യം മുതൽ വായിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എവിടെ കിടക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നതിന് സമയം വേണം. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട. ഒറ്റ ക്ലിക്ക് നമ്മൾ ആ പറയുന്ന ആ പോയിന്റിൽ നമ്മൾ എത്തി. അത്രയും സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ ഇരുന്നിട്ടാണ് ഇപ്പോഴും നമ്മൾ ഭരണകൂടങ്ങൾ തരുന്നതായ ആ ഒരു റെയിൽവേ പാളത്തെ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിടണം. അവിടെ വിട്ടിട്ട് സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. അതിന് നമ്മുടെ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കണം. അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇത്രയും പുസ്തകം ഒരു പുസ്തകവും വേണ്ട. ഇത് ഞങ്ങളൊരു 40 വർഷം മുമ്പ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചവരാണ് ഞങ്ങൾ. അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കുകൾ ഇല്ലാതെ, ടെക്സ്റ്റ് ബുക്കുകൾ അന്ന് സർക്കാർ ടെക്സ്റ്റ് ബുക്കുകൾ ഇറക്കുന്നുണ്ട്. ആ പുസ്തകം ഞങ്ങൾ മേടിച്ചിട്ട് ഓഫീസിൽ വെച്ചിട്ട് ആ പുസ്തകം ഇല്ലാതെ അവിടുന്ന് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ കവിത പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ സിനിമാ പാട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. 40 വർഷം മുമ്പുള്ള കഥയെ പറയുന്നത്. നല്ല അർത്ഥവത്തായിട്ടുള്ള കവിതകൾ, പി ഭാസ്കരൻ, വയലാറ്, ശ്രീകുമാരൻ തമ്പി, ONV കുറുപ്പ്, ഇങ്ങനെയുള്ളവരുടെ മനോഹരമായ കവിതകൾ സിനിമാ പാട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ അത് പഠിപ്പിക്കുമ്പോൾ ഒരു ഗുണം, ഒരു പ്രത്യേക ഗുണമുണ്ട്. കാരണം ഒരു കവിത നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കവിത കുട്ടികളെ നമ്മൾ ഒരു സിനിമാ പാട്ട് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കവിത നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് റേഡിയോ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഒരു ചായക്കടയിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഈ അധ്യാപകർ പഠിപ്പിച്ചു വിട്ടതായ ആ കവിത ചായക്കടയിൽ നിന്ന് കേൾക്കാൻ പറ്റും, വീട്ടിൽ നിന്ന് കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ കവിത പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തിനാണ് കവിത പഠിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കവിത പഠിപ്പിക്കാൻ. അല്ലാതെ ഇത് ഒരു കവിത നമ്മൾ പഠിപ്പിക്കുന്നു. ഇപ്പൊ മാമ്പഴം പഠിപ്പിച്ചു. മാമ്പഴം നല്ല ഉഗ്രൻ കവിതയാണ്, മനോഹരമായ കവിതയാണ്. ആ കവിത പഠിപ്പിക്കുകയും ആ കവിതയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അമ്മ എന്തിനാണ് കരഞ്ഞത്, ആദ്യത്തെ മാമ്പഴം വീണ് കഴിഞ്ഞപ്പോൾ അമ്മ എന്തിനാണ് കരഞ്ഞത്, ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി അതിന് മാർക്കും കിട്ടി. ആ കവിതയുടെ എന്തെങ്കിലും അന്തസ്സത്ത് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ അങ്ങനെ അതിന്റെ പൊരുള് മനസ്സിലാക്കത്തക്ക രീതിയിൽ കവിത പഠിപ്പിച്ചു കഴിഞ്ഞാലേ കുട്ടികൾക്ക് കവിത കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ, ഭാഷ മനസ്സിലാവുള്ളൂ. ഇതങ്ങനെയല്ല. അതല്ല, ഇപ്പൊ ഒരു സിനിമാ പാട്ട് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ, ഇപ്പോ റഫീഖ ഹമ്മൂദിന്റെ മരണമെത്തുന്ന നേരത്ത് എന്ന് പറയുന്നതായ അതൊരു സിനിമാ പാട്ടാണ്. എത്ര ഗംഭീരമായ കവിതയാണ്. അത് പഴയ കാലത്തേക്കൊന്നും പോകണ്ട. ഈ പുതിയ കാലത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള എന്താണ് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടോന്ന് മറ്റേ പറഞ്ഞിട്ടുള്ള ഒരു ഇതിനകത്ത് ഒരു ഇതുണ്ടല്ലോ, ഇപ്പോഴും മൂടുപടം, ഞാൻ മറന്നുപോയി. അത് മനോഹരമായ കവിതകളാണ്. അത്തരം കവിതകൾ നമ്മൾ എടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ, അത്തരം സിനിമാ പാട്ടുകൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അതിൽ കവിത മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അത് ചെല്ലുന്നിടത്തും ഒക്കെ ഇങ്ങനെ ഇത് കേട്ട് 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 നമ്മൾ കുട്ടികൾക്ക് അത് വീണ്ടും വീണ്ടും ആലോചിച്ച് മനസ്സിലാക്കാനും അതിന്റെ അർത്ഥതലങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും കഴിയും. ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം നടക്കുകയാണെങ്കിൽ നമ്മുടെ സാംസ്കാരിക മേഖല മുഴുവൻ മെച്ചപ്പെടും. നല്ല നല്ല സിനിമകൾ ഉണ്ടാകും, നല്ല നല്ല സാഹിത്യ കൃതികൾ ഉണ്ടാകും. ഇന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എഴുത്തിന്റെ ഭൂരിഭാഗവും, സിനിമയുടെ ഒക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരു സാംസ്കാരിക മാറ്റം, ഒരു സാമൂഹ്യ മാറ്റം, നല്ലൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളിത് ചെയ്യുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു സാമൂഹ്യ മാറ്റമാണ്. വിദ്യാഭ്യാസം കൊണ്ട് സാമൂഹ്യ അടിമത്തമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാറണമെങ്കിൽ അത് ഇന്നോ നാളെ ഒന്നും മാറുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ ഒന്നുമില്ല. മോളെ ഒരു മിനിറ്റ്, ഒന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്കത് ചുരുക്കാം. സമയം 9 മണിയാകുന്നു. ഇതിന്റെ ഭൂരിഭാഗം സമയവും ഞാൻ തന്നെയാണ് ഉപയോഗിച്ചത്.
വിഷമമുണ്ട്. പക്ഷെ ഇത് ആ വലിയ മാഷ് പറഞ്ഞതുപോലെ ഒരു വലിയ വിഷയമാണ്. നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ തീർക്കാവുന്ന ഒരു വിഷയമല്ല. ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ ടൂളായിട്ടുള്ള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊത്തിരി വിശദമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏതായാലും എനിക്ക് ഇങ്ങനെ നിങ്ങളൊരു ഒരു ഒരു കോളേജിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് മഹാത്ഭുതമായിട്ട് തന്നെയാണ് കാണുന്നത്. അത് ഇവിടുത്തെ നമ്മുടെ കാലം മാറി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഇതാണ്. ഒരു കാലത്ത് കോളേജുകളൊക്കെ സാംസ്കാരിക നിലയങ്ങളായിരുന്നു. അത് പിന്നോക്കം പോയിട്ട് വീണ്ടും അതിന്റെ ഒരു ലാഞ്ചനയാണ് ഈ കാണുന്നത്. എല്ലാ കോളേജുകളിലും ഇത് സംഭവിച്ചാൽ നല്ലതാണ്. സംഭവിക്കുന്നില്ല എങ്കിൽ പോലും ഇതൊരു നല്ല നല്ല തുടക്കമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. തന്നെയല്ല, ഇത്രയും കാലം നിങ്ങളിത് ചെയ്തിരുന്നു എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മാഷന്ന് ഇവിടെ വന്നപ്പോൾ സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ധാരാളം വിഷയങ്ങൾ, പിന്നെ ഈ മഴ, അന്ന് ഈ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ പറ്റാത്തതിന്റെ വേവലാതിയൊക്കെ ആയിരുന്ന സമയത്ത് അന്ന് മാഷ് എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇങ്ങനൊരു സംരംഭം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സാംസ്കാരിക മാറ്റത്തിന് ശരിക്കും പുസ്തകങ്ങൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അതിനകത്തൊരു സങ്കടമുള്ളത് വായനാശീലം ഇന്ന് വളരെ കുറഞ്ഞിരിക്കുന്നു. പുസ്തകങ്ങൾ ഇഷ്ടംപോലെ അതിൽ പ്രിന്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ടെന്നുള്ളതല്ലാതെ അത് വായിച്ചു പോകുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കില്ല. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചു പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു സാംസ്കാരിക നിലവാരം ഉണ്ടായാൽ പോരാ. ആകട്ടെ എന്താണെങ്കിലും ഇത് സംഘടിപ്പിച്ച ആളുകളോട് നന്ദിയല്ല പറയുന്നത്, ഒരു കടമ നിങ്ങൾ ചെയ്യുകയാണ്. ഒരു വലിയ ഉത്തരവാദിത്വം, ഈ സമൂഹത്തിനോടുള്ള വലിയ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ തന്നെ പരിപാടികൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ലിങ്കുകളൊന്ന് അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എല്ലാത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിലും പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം നമുക്ക് അതുപോലുള്ള തിരക്കുകളുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഇത് അറ്റൻഡ് ചെയ്ത് പോകണമെന്നുള്ള അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട്. നമ്മുടെ തിരക്കും ഇതൊക്കെ അങ്ങനെ അല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കിത് പങ്കെടുത്ത് പോകണമെന്നുണ്ട്. മറ്റൊരു ഇതുള്ളത്, ഇതിൻ്റെ അവസാന ഭാഗമായിട്ടൊന്ന് പറയാനുള്ളത്, സാരംഗ് ഒരിക്കലും ഞങ്ങളുടെ 2 പേരുടെയോ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഒരു 12 പേരുണ്ട്, ആ 12 പേരുടെ ഇതല്ല. ശ്രമം തുടങ്ങിയത് ഞങ്ങളാണെങ്കിലും അത് അങ്ങനെ ആകരുത്. ഞങ്ങൾക്ക് നല്ല പ്രായമായി. എനിക്ക് 75 വയസ്സെന്ന് പറഞ്ഞത് 76 വയസ്സായി ഇപ്പം. ഇപ്പം ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അത് നാളെ വലിയ കാലമൊന്നും കൂടുതലൊന്നും ജീവിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറണം. ഒരു നല്ല സാമൂഹ്യ മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ജനാധിപത്യ വിദ്യാലയത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇന്ന് നമുക്ക് സ്കൂളില്ല. സ്കൂള് നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. പക്ഷെ ഇപ്പോഴും സ്കൂൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനകീയമാകണമെങ്കിൽ ആദ്യം അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ജനാധിപത്യ ബോധം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഒരു ജനകീയ വിദ്യാലയം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. അത് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഈ ചർച്ച കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു കാലത്ത് ഇങ്ങനെ പറയും, ഒരു കാലത്ത് ഇങ്ങനെ 2 പേര് കൂടി തുടങ്ങിയ ഒരു സാരംഗം നിറഞ്ഞ വിദ്യാലയം ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഗതികേട് ഉണ്ടാകരുത്. ഇത് മുമ്പോട്ട് പോകണം, ഇത് ഫലവത്തായിട്ട് നടക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം കൂടി ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഈ പുസ്തകം അതുപോലെ തന്നെ ആ പുസ്തകം കൂടുതൽ പ്രചരിക്കുന്നതും നമുക്ക് നല്ലതാണ്. കാരണം ഇതിൻ്റെ ഈ പുസ്തകത്തിന് വിറ്റ് ഉണ്ടാക്കുന്നതായ പൈസ സാരംഗിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് നന്ദി, സ്നേഹമുണ്ട്. പിന്നെ വിഷമമുള്ളത്, അവൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, വിജയലക്ഷ്മിക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിലാണ് ഒരു സുഖം വരിക. കാരണം അതങ്ങനെയാണ്. ശരി, എന്തെങ്കിലും ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ നമുക്ക് സമയം അനുവദിക്കുമെങ്കിൽ മറുപടി പറയാനായിട്ട് ഞാൻ തയ്യാറാണ്. ശരി, നമുക്ക് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കാം. ശരി. പുസ്തകത്തിലേക്ക് എത്തിച്ചേരേണ്ട വഴികളെയൊക്കെ കുറിച്ച് കൃഷ്ണകുമാർ മാഷ് ഭംഗിയായിട്ട് സംസാരിച്ചു തുടക്കത്തില്.
പിന്നെ താങ്ങാവുന്ന വിദ്യാഭ്യാസം എങ്ങനെ വായിക്കണം എന്നുള്ളതിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ മാഷ് വിദ്യാഭ്യാസത്തിന്റെ ശരിയായ ഉദ്ദേശങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് പങ്കുവച്ചു. ജനാധിപത്യം എന്നത് ഭംഗിവാക്കായി മാത്രം ചുരുങ്ങി പോകുന്നത് വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിച്ചു. പിന്നെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ സാധ്യതകളുടെ കാലം എല്ലാം നമ്മുടെ ദിനംപ്രതി ചർച്ചാ വിഷയങ്ങളാണ്. രണ്ടു മാഷുമാരുടെയും ഭാഷയുടെ വഴക്കവും അനുയോജ്യമായ വാക്കുകളുടെ തിരഞ്ഞെടുപ്പും എല്ലാം നമ്മുടെ അറിവിനെ, ധാരണയൊക്കെ സ്പഷ്ടമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു, ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണ്. പുസ്തകത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പുസ്തക നിരൂപണത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഗോപാലകൃഷ്ണ മാഷിനോടും കൃഷ്ണകുമാർ മാഷിനോടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. എല്ലാവരും സന്തോഷമായിട്ട് പങ്കെടുക്കുക. ഇത് നമ്മുടെ ലോറൻസ് ആണോ? ലോറൻസ് ചാലക്കുടിയിലുള്ള ലോറൻസ്? നമസ്കാരം മാഷേ. ചാലക്കുടിയിലുള്ള തൃശ്ശൂർ മീറ്റർ റീഡർ. തൃശ്ശൂർ മീറ്റർ റീഡർ. അതെ മാഷേ, ഞാൻ മാഷെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പെട്ടെന്ന് ഒരു സർവീസ് വയർ പൊട്ടിപ്പോയി. അപ്പൊ അയൽക്കാർ ഓടി വന്നപ്പോ പെട്ടെന്ന് ഇതിന്റെ ഇടയിൽ പോകേണ്ട വന്നു. കാണാൻ പറ്റിയ മാഷ, അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് മാഷോടൊന്നും പറയാനോ, നമുക്ക് എല്ലാം അറിയുന്നല്ലേ. അത് എനിക്ക് ഇതിന്റെ സംഘാടകരോടാണ് പറയാനുള്ളത്. ഇങ്ങനെ മാഷ കുറച്ചു നേരം ഈ പുസ്തകത്തെ പറ്റി നിരൂപണം, ഈ പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു വേദി ഒരുക്കിയ ഈ സംഘാടകർക്ക് എന്റെ എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഓക്കെ, ഞാൻ കൃഷ്ണേട്ടൻ പ്രേക്ഷ ബുക്സ് മുഖേനയാണ് പെട്ടെന്ന് ഇന്ന് ഒരു 7 മണിക്ക് ഈ ലിങ്ക് കണ്ടത്, ഇതിൽ കയറിയത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു 2 കംപ്ലൈന്റ് വന്നപ്പോൾ ഇതിന്റെ ഇടയിൽ ലെഫ്റ്റ് ആവേണ്ട വന്നു, വീണ്ടും ജോയിൻ ചെയ്തു. മാഷ നമുക്ക് കാണാം. ആയിക്കോട്ടെ. ഓക്കെ. കറണ്ടൊക്കെ ഒക്കെ ഇല്ല അവിടെ? കറണ്ടൊക്കെ കിട്ടിയില്ലേ? എങ്ങനെ? അവിടെ കറണ്ടൊക്കെ കിട്ടിയില്ലേ ഇപ്പോ മുകളില്? ഓക്കെ ഓക്കെ. 99 മുതല് മാഷും ടീച്ചറും കയ്യൊപ്പോട് കൂടി എനിക്ക് ആദ്യത്തെ പതിപ്പ് തന്നതാണ്. അതിപ്പോ നിധി പോലെ ഞാൻ എന്റെ കയ്യിലുണ്ട്. ശരിപ്പോ. ഓക്കെ മാഷെ, ഞാൻ വിളിക്കാം. ഓക്കെ. നമസ്കാരം സാറ്. സാർ, ഞാൻ ബീന, കൃഷ്ണകുമാർ സാറിന്റെ കൂടെ വന്നിരുന്ന ഒരു ടീച്ചറാണ്. സാറിനെ വീണ്ടും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. കൃഷ്ണകുമാർ സാർ ഇന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ താങ്ങാവുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുന്നുണ്ടെന്ന്. ശരിക്കും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ സാറിങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ വന്നപ്പോഴും സാറ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ജനാധിപത്യപരമായ ഒരു വിദ്യാഭ്യാസം മുന്നിൽ കണ്ടുകൊണ്ടാണ് സാരംഗ് തുടങ്ങിയതെന്നും ഒക്കെ. അപ്പം ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന്, ഇനി പുതിയൊരു സ്കൂൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. അവിടെ വന്ന് സാരംഗിൻ്റെ പ്രവർത്തനങ്ങളും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതും ഒക്കെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ആ ഗ്രൂപ്പ് മൊത്തം ഒരു നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. താങ്കളെ കണ്ടതും, വിജയലക്ഷ്മി ടീച്ചർ ഇന്ന് ഇല്ല. ടീച്ചറിൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ച ഒരു ടീച്ചർ ഞങ്ങൾ ഫോട്ടോ ഒക്കെ ഇട്ടപ്പോൾ പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചതാണ് വിജയലക്ഷ്മി ടീച്ചറിൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു. അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. ഒരു അംബിക എന്ന് പറഞ്ഞ ടീച്ചർ, ലളിത ടീച്ചറിന്റെ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ സാധിച്ചു. സാറിന്റെ എല്ലാ സ്വപ്നങ്ങളും, ഇപ്പോഴും ഞാൻ പറയുന്നു, സാറിന്റെ എല്ലാ സ്വപ്നങ്ങളും സാധിക്കട്ടെ. ഇത് സംഘടിപ്പിച്ച കൃഷ്ണകുമാർ സാറിന് ഏറ്റവും വലിയ സ്നേഹം.
ഇനിയും നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സാറേ. ആയിക്കോട്ടെ ടീച്ചറെയും ആയിക്കോട്ടെ. അവിടെയുള്ള എല്ലാവരെയും അന്വേഷിച്ചായിട്ട് പറയണം. ആ, തീർച്ചയായിട്ടും. പക്ഷേ ഈ ആ, ജനകീയ വിദ്യാഭ്യാസം എന്നുള്ളൊരു ആ, ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തണേന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഗോപാലകൃഷ്ണ മാഷായാലും വിജയ നോക്കി കാണണേ. സാങ്കേതിക വിദ്യ പാടി നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന പോലെ നമുക്ക് പൈസ ഉണ്ടാകുന്നില്ല. കാരണം വെച്ചാൽ നമ്മളൊരു മൂല്യബോധത്തിൽ ഉറച്ചു നിന്നിട്ടാണ് അവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ മേടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ശരിക്കും ഈ സാധ്യതകൾ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ശരിക്കും ആ സാധ്യതകൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ AI ഒക്കെ വരുന്നത് നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിന് നമ്മൾ സ്വാഗതം ചെയ്താലും ഇല്ലെങ്കിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ലോക ചരിത്രമാണ്. പക്ഷെ അതിനെ നമുക്ക് അനുകൂലമായി നമ്മൾ എടുക്കുക, ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് അനുകൂലമാക്കി അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. അല്ലാതെ ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു പിടി ലോക മുതലാളിമാരാണ് ഈ സാധ്യതകൾ മുഴുവൻ ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കയറി ഇടപെടണം. നമ്മളത് സമർത്ഥമായിട്ട് ഉപയോഗിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. ഒരു നല്ല ലോകം ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് യുദ്ധം വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതൊക്കെ ഈ സാധ്യതകൾ ഉപയോഗിച്ച് നമുക്ക് പറയേണ്ടതാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം. നന്ദി മാഷേ. ആ, നമസ്കാരം മാഷേ. ആരാണ്? എന്റെ പേര് ദിവ്യ. ആ, എനിക്ക് സാരംഗിലെ വിദ്യാഭ്യാസ രീതി ഞാൻ യൂട്യൂബ് ചാനലുകളിലൂടെയാണ് അറിഞ്ഞത്. എനിക്ക് പുസ്തകം വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ വായിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ മാഷിനോട് എന്റെ ഒരു സംശയം ഇതാണ്. ഇപ്പോ എങ്ങനെയാണ്, നല്ല രീതിയിലാണോ പോകുന്നത്? അതിന്റെ ഒരു രീതി ഒന്ന് ചുരുക്കി പറയാമോ? എങ്ങനെയാണ് അനൗപചാരിക വിദ്യാഭ്യാസം പോകുന്നതെന്ന്? അതങ്ങനെ ചുരുക്കി പറയാൻ കഴിയില്ല. ഒന്നാമത് അങ്ങനെ ചുരുക്കി പറയാവുന്നൊരു വിഷയമല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു, സ്കൂൾ ഇപ്പം നടക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. സ്കൂൾ നടക്കുന്നില്ല. അപ്പൊ അത് സ്കൂൾ നടക്കാൻ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു സ്കൂൾ നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. അതുണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമുക്കൊരു മൂല്യബോധമുള്ളത് ഏതെങ്കിലും രീതിയിൽ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് സ്കൂൾ നടത്തുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമല്ല. ഞങ്ങൾ വെറും സാധാരണക്കാരാണ്. സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ പിന്നോക്കത്തിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു വിചാരം നമുക്കില്ല. അതുകൊണ്ട് സ്കൂൾ ഇപ്പം നടക്കുന്നില്ല.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരാള് പഠിപ്പിക്കുകയും ബാക്കിയുള്ളവർ പഠിക്കുകയും ചെയ്യുന്നത് എത്രയോ 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 പഴഞ്ചൻ രീതിയാണ്. അത് ഈ മോട്ടോർ വാഹനം നന്നാക്കാനായിട്ട് കാളവണ്ടിക്കാരനെ കൊണ്ടിരുന്ന പോലെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് മാറി കുട്ടികൾ സ്വയം പഠിക്കുന്നതിലേക്ക് എത്തണം. കുട്ടികൾക്ക് സംശയങ്ങൾ ഉണ്ടാവുകയും ആ സംശയ നിവർത്തിക്കായിട്ട് അവരന്വേഷിക്കുകയും വിദ്യാർത്ഥിക്കുന്നവൻ യാചിക്കുന്നവൻ അതിനുവേണ്ടി നടക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളുടെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് ഞങ്ങൾ ഈ താങ്ങാവുന്ന വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവസാന ശ്വാസം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അനുനിമിഷം ഓരോ നിമിഷവും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു കാലത്ത് ഇപ്പൊ ഞാൻ 70 വർഷം മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ തന്നെ ഞാൻ ഇന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ അറുപഴഞ്ചനായി പോകും. എനിക്ക് മക്കളെ വളർത്താൻ കഴിയില്ല. ഈ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അപ്ഡേറ്റ് ആകുന്നില്ല. കാലത്തിനനുസരിച്ച് നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പഠിത്തം ഒരിടത്ത് നിർത്താൻ പാടില്ല. അധ്യാപകര് മോളെ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരണേ, ചൂടുവെള്ളം. നമ്മള് അധ്യാപകര് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വായനയില്ല. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പഠിക്കുന്നില്ല. ആ ടെക്സ്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുകയാണ് അധ്യാപകർ ഭൂരിഭാഗവും. അല്ലാത്തവരുണ്ട്, പക്ഷെ ഭൂരിഭാഗവും അങ്ങനെയാണ്. അധ്യാപകർ എഴുതുന്ന സാഹിത്യകൃതികൾ നിലവാരം എന്ന് പറയുന്നത് പോരാ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ. കാലത്ത് എന്താണെങ്കിലും ഇതൊക്കെ മാറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് അധ്യാപകർ. അവർക്ക് പോലും ഇന്ന് വായനയില്ല, അന്വേഷണമില്ല, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ച് പഠിച്ച് കാണാപ്പാഠം പഠിച്ചിട്ട് അതിന് ഉത്തരം എഴുതി വയ്ക്കുന്നിടത്ത് നിന്ന് സ്വന്തമായി അന്വേഷിച്ച് അറിവ് നേടുകയും തിരിച്ചറിവുണ്ടാകുകയും സംസ്കാരം ഉണ്ടാകുകയും ഒക്കെ ചെയ്യേണ്ട കാലത്തേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നതാണ് അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? പലരും പറയാറുണ്ട്, നിങ്ങൾ മാഷും ടീച്ചറും അല്ലേ, നിങ്ങൾ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. ഞങ്ങളുടെ ഒരു കുട്ടികളെ ഞങ്ങൾ വീട്ടിലിരുത്തി പഠിപ്പിച്ചിട്ടില്ല. കുട്ടികൾ നടന്ന് പഠിക്കുകയത്, അന്വേഷിച്ച് പഠിക്കുകയത്. ഞങ്ങളുടെ മൂത്ത മകൻ അവന്റെ 7 വയസ്സിൽ കന്യാകുമാരി മുതൽ കന്യാകുമാരി മുതൽ ഗോവ വരെ 800 കിലോമീറ്റർ ദൂരം നടന്ന് പഠിച്ചു 100 ദിവസം കൊണ്ട്. അന്ന് പശ്ചിമഘട്ട രക്ഷായാത്ര എന്ന് പറഞ്ഞിട്ടൊരു യാത്ര സംഘടിപ്പിച്ചിരുന്നു ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരെല്ലാവരും കൂടി. അതിനകത്ത് അവൻ 7 വയസ്സുള്ള 7ാമത്തെ വയസ്സ്, അവൻ 7ാമത്തെ പിറന്നാൾ ഉണ്ടാകുന്നത് ഈ യാത്രക്കിടയിലാണ്. ഒരേ ഒരു മകനേ ഉള്ളൂ. ആ കുട്ടിയെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ അവന് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അന്നുണ്ട് ഇന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങനെ വളർത്തിയിട്ടുള്ളത്. നിയന്ത്രണമുള്ളത് സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളൂ. അത് നിയന്ത്രിക്കേണ്ടി വന്നിട്ടില്ല. അവർക്കത് മനസ്സിലാവുകയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് പഠിക്കാൻ ഈ ഒരു ചുമരിനകത്ത് നിന്ന് നമ്മൾ ഇന്ന് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നതായ കെട്ടിടങ്ങൾക്ക് പുറത്തേക്ക് വിദ്യാഭ്യാസം പോകണം. അതല്ലേ തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർചിന്നും തുങ്കമാവും വാനും ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം എന്ന് ഒളപ്പമണ്ണ് എഴുതിയത് 75 വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്കിന്നത് പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആകാശത്തിന് കീഴിലുള്ളത് മുഴുവനും എൻ്റെ വിദ്യാലയമാണ്, ഞാനൊഴികെ എല്ലാവരും എൻ്റെ അധ്യാപകരാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് അതാണ്. നമുക്കത് ചുരുക്കി പറയാൻ പറ്റുള്ളൂ. അത് വിശദീകരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സമയം ഒന്നും മതിയാകില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത്രയും ചുരുക്കി പറയുന്നു. ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയാം മാഷി ചുരുക്കി പറയാൻ പറ്റില്ല എന്നെങ്കിലും എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. താങ്ക് യു. മാഷ് ടീച്ചറും കൂടെ പുസ്തകത്തിൽ ഒരു ഫോർമുല പറയുന്നുണ്ട്. നിറിവ്, അറിവ്, തിരിച്ചറിവ്. നിറിവ് എന്നാൽ സംസ്കാരം തന്നെ. മനസ്സിനെയും ശരീരത്തിനെയും സംസ്കരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് സംസ്കാരം അല്ലെങ്കിൽ നിറിവ്. അത് ഉറപ്പിച്ചെടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പടി. ഒരു 10 വയസ്സിനുള്ളിൽ അതൊക്കെ സംഭവിക്കണം. നിറിവ് നേടണം. മനുഷ്യ സമൂഹം ഇന്നേ വരെ ആർജിച്ചിട്ടുള്ള മുഴുവൻ അറിവുകളും, അതേപോലെ ഇന്നിപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അറിവുകളും, ഇനി നാളെ കണ്ടെത്താനിരിക്കുന്ന മുഴുവൻ അറിവുകളും ചേർന്നതാണത്രേ അറിവ്. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന അറിവല്ല മാഷും ടീച്ചറും പറയുന്ന അറിവ്. ഇതിന്റെ ഒരു ചെറിയ അംശം പോലും ഈ ചെറിയ ജീവിതകാലം കൊണ്ട് പഠിച്ചു തീർക്കാനാവില്ല.
ത്രികാലജ്ഞാനം നേടാനൊന്നും ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് അധികം അറിവുകൾ പഠിച്ച് വെക്കേണ്ടതില്ല. ഇന്നത്തെ അറിവ് നാളെ തെറ്റാണെന്നും കണ്ടെത്താറുണ്ട്. ഇപ്പൊ അൺലേൺ എന്നൊരു വാക്കൊക്കെ മാഷ് ഇതിനു മുമ്പേ ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഉപജീവനത്തിന്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാധ്യതകൾക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ നേടുക എന്നുള്ളതാണ്. അറിവ് സമ്പാദന ഒരു ശീലമാക്കാൻ മാഷും ടീച്ചർ ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചു വെച്ച അറിവുകൾ തെറ്റിപ്പോയിട്ടുണ്ടോ, മാറ്റേണ്ടതുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ എന്നറിയണമെങ്കിൽ നിരന്തരമായി പഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കുട്ടികളായാലും അധ്യാപകരായാലും സിലബസിനപ്പുറം ഒരു പുസ്തകം വായിക്കാനോ അതിന്റെ ചർച്ചകളിൽ പങ്കെടുക്കാനോ അതൊന്നും താല്പര്യമേ ജനിക്കില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിറിവ് അങ്ങനെ ഈ അറിവും നിറിവും കിട്ടിയ വ്യക്തിക്ക് ഉണ്ടായി വരുന്ന ഒരു സ്വഭാവ ഗുണമാണത്ര തിരിച്ചറിവ്. അപ്പൊ നിറിവും അറിവും തിരിച്ചറിവും ചേരുന്നതാണത്ര സമ്പൂർണമായ വിദ്യാഭ്യാസം എന്ന് മാഷ് കൃത്യമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ഫോർമുലയാണ് നിറിവ് പ്ലസ് അറിവ് പ്ലസ് തിരിച്ചറിവ് ഈക്വൽസ് വിദ്യാഭ്യാസം. ഇന്ന് സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം പിന്നെ മാഷിന് സംസാരിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കാനും കൂടെ കണക്കാക്കി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു 10% പോലും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 ദിവസം ചർച്ച ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെ തുടങ്ങേണ്ടതാണ്. അത്രയും ആശയങ്ങൾ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അതിന്റെ പ്രായോഗികത എന്നത് നമുക്കൊക്കെ സംശയം വരുന്നതാണ്. എന്നിരുന്നാലും അത്രയും വിപുലമായ ഒരു ഒരു ഭാഗമാണ് ഈ പുസ്തകം. സംശയങ്ങൾ ചോദിക്കാൻ നമുക്ക് വളരെ വിരളമായിട്ട് മാഷിനെ ഇങ്ങനെ ഒരു വേദിയിൽ കണ്ടിട്ടുള്ളൂ. സംശയങ്ങൾ ചോദിക്കണം. നമസ്കാരം. ഗോപാലകൃഷ്ണൻ സർ. നമസ്കാരം സാറേ, എന്റെ പേര് ആശ എന്നാണ്. ഞാനും അന്ന് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നതാണ്. സാരംഗ് കണ്ട് അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന കൂട്ടത്തിലുള്ളതാ സാറേ. ഇപ്പൊ കുറെ പേര് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോ സാരംഗ് ഒരു സർവകലാശാലയായി വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണല്ലോ സാരംഗ് ട്രസ്റ്റ്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ജീവിതം ജീവിച്ച് അനുഭവിച്ച് പഠിക്കലാണോ, അതെയോ ഒരു പ്രത്യേക പാഠ്യപദ്ധതിയോ ഒരു പ്ലാനോ പാഠ്യക്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. അയ്യോ, അത് പാഠ്യപദ്ധതി ഏതായാലും നമുക്ക് വേണം. കാരണം നമ്മളൊരു വിദ്യാഭ്യാസം അവതരിപ്പിക്കുമ്പോൾ, ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലെ 2 പിള്ളേർക്കോ 5 പേർക്കോ അല്ലെ 10 പേർക്കോ വേണ്ടിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ആണെങ്കിൽ അതിന് പാഠ്യപദ്ധതി നമ്മൾ എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ലല്ലോ, നമുക്കിന്ന് ഒരു മനുഷ്യനും ഒരു കുടുംബത്തിനകത്ത് ഒതുങ്ങി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വിദ്യാഭ്യാസ പദ്ധതി ആരുണ്ടാക്കി കഴിഞ്ഞാലും, ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കുമ്പോൾ അതിന് ചട്ടക്കൂട് വേണം. ആ ചട്ടക്കൂട് അതൊരു രാഷ്ട്രത്തിനകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ പോലും അതിന് ഒരു ലോക കാഴ്ചപ്പാടും കൂടി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് രാഷ്ട്രത്തിൽ ഇരുന്നൊരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കുമ്പോഴും അതൊരു ലോക കാഴ്ചപ്പാടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ആയിരിക്കണം. ഇപ്പം ഞാൻ നേരത്തെ യുദ്ധത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. മനുഷ്യന് യുദ്ധം ആവശ്യമുണ്ടോ? ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ മത്സരത്തിൻ്റെ കാലമായിരുന്നു. നമ്മൾ ഇനി സഹകരണത്തിൻ്റെ കാലത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, നമ്മൾ പാകിസ്ഥാനെ പരാമർശിക്കുമ്പോൾ അയൽ രാജ്യം എന്നല്ല നമ്മൾ പറയുന്നത്, ശത്രുരാജ്യം എന്നാണ് പറയുക. ഈ ശത്രുതയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഓരോരുത്തർ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ ശത്രുത എന്നില്ല. ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ, ദുബായിലൊക്കെ പോയിട്ട് പാകിസ്ഥാൻകാരനും ഇന്ത്യക്കാരനും കൂടി ഒരു മുറിയിൽ വർഷങ്ങളോളം താമസിച്ച കഥകൾ എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് ഒരു ശത്രുത ഉണ്ടാകുന്നത്? തെറ്റാണ്. അങ്ങനെയുള്ള ആ സങ്കല്പമേ തെറ്റാണ്. ഈ ശത്രുതയൊക്കെ ഉണ്ടാക്കുന്നത് ഭരണാധികാരികളാണ്, ഭരണക്കാരുണ്ടാക്കുന്നതാണ് ഈ ശത്രുതയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നിലവിലുള്ള പാഠ്യപദ്ധതി പറ്റില്ല. അപ്പോൾ പകരം ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന് ശരിക്കും ഒരു കൃത്യമായ ചട്ടക്കൂട് വേണം. പക്ഷെ ആ ചട്ടക്കൂട് ഇതുപോലെ റിജിഡായി പോകരുത്. ഇത്രയും ഒരു ഇരുമ്പ് കൊണ്ട് വളച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാഠ്യപദ്ധതി ആയി പോകരുത്. ആ പാഠ്യപദ്ധതിക്ക് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളും മറ്റേത് അറിവിൻ്റെ ഭാഗങ്ങളും. അങ്ങനെ ഒന്ന് തിരിക്കും. അതിൻ്റെ പങ്കാളിത്തത്തെ പറ്റി പറയുമ്പോൾ അപൂർണമായൊരു പാഠ്യപദ്ധതി ആയിരിക്കണം
ആ പാഠ്യപദ്ധതി അപൂർണമായിരിക്കണം. ഇന്നത്തെ പാഠ്യപദ്ധതി പൂർണ്ണമായ ഒരു പാഠ്യപദ്ധതിയാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് പങ്കാളിത്തത്തിന് വേണ്ടി 1/3 ഭാഗം കുട്ടികൾക്ക് വേണ്ടി നീക്കി വയ്ക്കണം. അത് അവിടെ പൂരിപ്പിക്കാനായിട്ട് അവിടെ കിടക്കണം. ഓരോ കുട്ടിക്കും ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ ഇരിപ്പുണ്ടെങ്കിൽ 20 പാഠങ്ങൾ അതിനകത്തോടെ കയറി ഇറങ്ങി വരണം. 20 പേരുടെ ആശയങ്ങൾ അതിനകത്ത് വരണം. ബാക്കി 2 ഭാഗം എന്ന് പറയുന്നത്, ഒന്ന് വിദഗ്ധരായിട്ടുള്ള അധ്യാപക പരിചയമുള്ളവരും അധ്യാപക ചിന്തകരുമായിട്ടുള്ള ആളുകൾ ആ ഭാഗം ചെയ്യുമ്പോൾ, രക്ഷിതാക്കളുടെ ഭാഗം അതിനകത്ത് ഈ പറഞ്ഞ അധ്യാപകരൊക്കെ വരും. രക്ഷിതാക്കളുടെ ഒരു ഭാഗം കൂടി വേണം. അങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുണ്ടാക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് അതിനകത്തുള്ളത്. സാരംഗിന്റെ പാഠ്യപദ്ധതി എങ്ങനെയാണ്? അതിനകത്ത് ഇപ്പൊ ഈ പുസ്തകത്തിനകത്ത് വീണ് കിട്ടിയ വിദ്യാഭ്യാസ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ശരിക്കും നമ്മളത് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയാണ് പറയുന്നത്. അതിനകത്ത് കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് പൊതുയോഗങ്ങൾ കൂടുന്നതും പൊതുയോഗത്തിലൂടെ പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നതും ഒക്കെയുള്ള ഒരു ഭാഗമുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ വിദ്യാലയത്തിൽ പൊതുയോഗം ഉണ്ടാകണം. ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഇന്ന് കിടന്നുറങ്ങണമെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് പൊതുയോഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുള്ളൂ. ഞങ്ങൾ ഇന്നിപ്പോൾ 3 പേരെ ഇവിടെ ഉള്ളൂ. ആ 3 പേരെ ഒന്നിച്ചിരുന്നിട്ട് ഇന്നത്തെ പരിപാടികളെ സംബന്ധിച്ച് നമ്മളൊന്ന് വിലയിരുത്തും. നാളെ എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ കിടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ജനാധിപത്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും ജനാധിപത്യ വിദ്യാഭ്യാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ജനാധിപത്യ കുടുംബങ്ങൾ ഉണ്ടാകണം. ജനാധിപത്യം എന്താണെന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ച് അതിൽ നിന്ന് ഉണ്ടായി വരുന്ന ആ കുട്ടികൾ ഇണകളായിട്ട് ജീവിക്കുമ്പോൾ, ഭാര്യാഭർത്താക്കന്മാരായിട്ടുള്ള ഇണകളായിട്ട് ജീവിക്കുമ്പോൾ അവരുണ്ടാക്കുന്നതായ കുടുംബം ജനാധിപത്യ കുടുംബമായിരിക്കണം. ആ ജനാധിപത്യ കുടുംബത്തിൽ എല്ലാ ദിവസവും പൊതുയോഗം ഉണ്ടാവണം. എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് പൊതുയോഗം ഉണ്ടാകണം. അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളും ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളും ഒന്നിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പങ്കിടുകയും അതിനകത്ത് അഭിപ്രായങ്ങൾക്ക് മാന്യത കൊടുത്ത് മുമ്പോട്ട് പോവുകയും ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ ദിവസവും ജനറൽ ബോഡി ഉണ്ടാവണം, പൊതുയോഗം ഉണ്ടാവണം. ആ പൊതുയോഗത്തിൽ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കണം. ആ തീരുമാനം അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടന്നു പോകണം. ആ തരത്തിലേക്ക് അത് നീങ്ങണം. അങ്ങനെ ഒരു പാഠ്യപദ്ധതി നമുക്കുണ്ട്. അത് പ്രാക്ടിക്കലാണ് തന്നെ. നമ്മളത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്ദി സാറേ. ആയിക്കോട്ടെ സാറേ, സമയം അല്പം അതിക്രമിച്ചുകൊണ്ട് നമുക്കിതൊന്ന് ആയിക്കോട്ടെ വൈൻഡപ്പ് ചെയ്യാൻ ലിഖിത. ഒരു ഇതുകൂടെ പറഞ്ഞോട്ടെ. ഓക്കെ സാർ. ഏതായാലും ഇത് ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് സംഘടിപ്പിച്ച ആളുകളെ കൃത്യമായിട്ടല്ല. ഇപ്പൊ കൃഷ്ണകുമാർ മാഷ് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ബാക്കി ഇപ്പൊ സംസാരിച്ച അന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്തൊന്നും സംഘാടകരിൽ ഉണ്ടോയെന്നറിയില്ല. ഏതായാലും ഇത് നിങ്ങൾ ഇവിടം കൊണ്ട് ഒതുക്കാതെ മറ്റു കോളേജുകളിലേക്കോ വായനശാലകളിലേക്കോ എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ 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 ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. പത്രവായന, പുസ്തക വായന പോലെ തന്നെ പ്രധാനമാണ് പത്രവായന. ആ പത്രവായനയ്ക്ക് വളരെ സാധ്യതയുള്ള സംഗതിയാണ്. 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ 1 വർഷത്തേക്കുള്ള പത്രം നമുക്ക് കിട്ടും. ഈ പാർട്ടിപത്രങ്ങളെല്ലാം സൗജന്യമായിട്ട് കിട്ടും. പിന്നെ അല്ലാത്ത മാതൃഭൂമി, മനോരമ പോലെയുള്ള ഒരെണ്ണത്തിനെയും എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ച് മാറ്റി നിർത്തരുത്. അതൊക്കെ നമ്മൾ ഇവിടെ ഒരു കൃത്യമായ അജണ്ടയുടെ പേരിൽ വായനശീലം ഇല്ലാതെ ആക്കിയതിൽ ഒരു കാരണം പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടാക്കുകയും ആ പൈങ്കിളി സാഹിത്യം വളരെ അധകൃതമാണെന്ന് വരുത്തിക്കൂട്ടുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രോപ്പഗൻഡ ഇവിടെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഇത്ര വായനശീലം കുറഞ്ഞു പോയത്. മംഗളം വായിക്കണം, മനോരമ വായിക്കണം, അതുപോലെ തന്നെ ബാലരമ, ബാലഭൂമി എല്ലാം വായിക്കണം, സകലതും വായിക്കണം. ഇതൊന്നും പൂർണ്ണമായ സത്യങ്ങളൊന്നുമല്ല. സത്യം നമ്മൾ ഇതിനകത്തുനിന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് മാതൃഭൂമിയോ മനോരമയോ ഒക്കെ 1 വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. മറ്റേ 250 രൂപ 300 രൂപ കണ്ട് കൊടുക്കണം ഒരു മാസത്തേക്ക്. അപ്പൊ അങ്ങനെ നമുക്കൊരു ദിവസം 2 or 3 പത്രം വായിക്കാൻ പറ്റും. അപ്പൊ പത്രവായനയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. രാഷ്ട്രീയ സ്ഥിതിഗതികൾ നമ്മൾ അപ്പോഴപ്പോഴും വിശകലനം ചെയ്യണം. ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ളവരാണ്. അങ്ങനെ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് വിവരം ഉണ്ടാകണം. വിവരം ഉണ്ടാകണമെങ്കിൽ ദിവസവും പത്രം വായിക്കണം. എളുപ്പത്തിന് ടി വി കേട്ടാൽ മാത്രം പോരാ. അതിനകത്ത് ഹെഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ. വിശദമായിട്ട് അറിയണമെങ്കിൽ
പിന്നെ കൊച്ചു കൊച്ചു വാർത്തകൾ അറിയണമെങ്കിൽ, അതിൻ്റെ സത്യസന്ധമായ വാർത്ത കണ്ടുപിടിക്കണമെങ്കിൽ, അപ്പോൾ പത്രത്തിലുള്ളത് അന്ധമായിട്ട് വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരെണ്ണത്തിനെയും വിശ്വസിച്ചുകൂടാ. നമ്മൾ അതിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വാർത്ത കണ്ടെടുക്കുകയും നമ്മൾ ആ തരത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യണം. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്, ഹൃദയം തുറന്ന് സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാ സംഘാടകരോടും അങ്ങേറ്റത്തെ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു പരിപാടി വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് പറയാനും കൂടി അവസരം ഉപയോഗിക്കുന്നു. ശരി, നമുക്ക് തൽക്കാലം പിരിയാം. വീണ്ടും കാണാം. സാറിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി വീണ്ടും പറയുകയാണ്. ഇതും ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പ്രോഗ്രാമാണ് വ്യാഴാഴ്ച വായനാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ തുറകളിൽ നിന്നുള്ള വായനാ താല്പര്യമുള്ളവരെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളോ ആണ് ഇപ്പോൾ പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവർ, കേൾവിക്കാരായിട്ട് വരുന്നവരും ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ ലോകമെമ്പാടുള്ളവരാണ്. വളരെ സന്തോഷം സാറ് പങ്കെടുത്തതിൽ. ഔപചാരികമായി കുട്ടികളെ നന്ദി പറയും, എന്നാലും മുൻകൂറും നന്ദി പറഞ്ഞു മാത്രം. സന്തോഷം സാർ. ആയിക്കോട്ടെ. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നതിനായി 2ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ ഫായിസ ഖദീജയെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇന്ന് വളരെ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയിലൂടെയാണ് നാം കടന്നുപോയത്. വിദ്യാഭ്യാസത്തെ പറ്റിയും അത് ഉയർത്തിക്കൊണ്ടുവരേണ്ട മൂല്യങ്ങളെ പറ്റിയും വിദ്യാഭ്യാസ സമ്പ്രദായം നേരിടുന്ന പ്രതിസന്ധികളെ പറ്റിയൊക്കെ വിമർശനാത്മകമായ രീതിയിലും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുകയുണ്ടായി. ഇതെല്ലാവർക്കും തന്നെ ഗുണകരമായൊരു ചർച്ച പരിപാടിയായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ആദ്യമായി നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ഡോക്ടർ സുഷ്മിത മാമിന് നന്ദി അറിയിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസം താങ്ങും തണലും ആവേണ്ട ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ ഓതേഴ്സ് ആയിട്ടുള്ള ഗോപാലകൃഷ്ണൻ സാറിനും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാതെ പോയ വിജയലക്ഷ്മി മാമിനും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ KS കൃഷ്ണകുമാർ സാർ, ഹീര മിസ് എന്നിവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറ്റ് വ്യക്തിത്വങ്ങൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സന്തോഷം സാർ, വളരെ സന്തോഷം. ആയിക്കോട്ടെ, നമുക്ക് വീണ്ടും കാണാം. അതെ, ഞങ്ങള് വീണ്ടും വരുന്നുണ്ട്. മഴ മാറിയിട്ട് ഞങ്ങളെ അങ്ങോട്ട് കടത്തണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു പരിഗണന തരണം. അയ്യോ, അങ്ങനെയൊക്കെ പറയാതെ. നമുക്ക് വീണ്ടും കാണാം, നമുക്ക് വീണ്ടും കാണാം. ശരി സാർ. ടീച്ചർ എന്നാ വരികഴിഞ്ഞപ്പോ? ഒരാഴ്ച കഴിയും. ഒരാഴ്ച കഴിയും. സന്തോഷം. ആയിക്കോട്ടെ, കാണാം.